ഡയറ്റോ അങ്ങനെ അങ്ങനെ വാക്കുണ്ടോ? ഡയറ്റ് എനിക്കിഷ്ടമല്ല, ആ വാക്ക് എനിക്കിഷ്ടമല്ല. ഫുഡ് ഞങ്ങൾക്ക് ഒരു ഇമോഷനാണ്. ആ നെഗറ്റീവ് അവിടെ നിൽക്കുക മതി. ഹസ്ബൻഡ് എപ്പോഴും അങ്ങനെ ഇച്ചിരി ലേറ്റാ റെഡിയായി ഇറങ്ങി വരാൻ. അതിന് ഇവളോട് ഞാൻ പറയടി, പപ്പയോട് പറയുമ്പോൾ 4 മണിക്ക് ഒരു സ്ഥലത്ത് പോകണേ, 3 മണിന്ന് പറഞ്ഞേക്കണേന്ന് പറയും. എന്റെ കുഞ്ഞുങ്ങളെ ഇവിടെ മനക്കണക്കല്ല, കൈപ്പുണ്യം. ഇന്നെടുക്കുന്ന സ്പൂൺ നാളെ എടുത്ത് മാറിപ്പോയ അളവ് മാറി. എനിക്ക് എല്ലാം ഞാൻ ഇങ്ങനെ ഈ പരിപാടിയാ. ഇപ്പൊ ഞാൻ പറ്റിയ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ സ്പൂൺ എനിക്ക് എന്റെ കയ്യിൽ വാരുന്നു, അത് കറക്റ്റാ. മമ്മിയുടെ നമുക്ക് എത്ര സ്പൂൺ അങ്ങനെ ചോദിച്ചാൽ പാടാ. ഈ ഡിഷ് എങ്ങനെയാ മമ്മി ഉണ്ടാക്കുന്നത് മമ്മിയുടെ എന്ന് പറയുമ്പോൾ എന്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പില്ലേടി, പോയി നോക്കി പഠിക്കും. രാവിലെ എഴുന്നേക്കുക, കഴിക്കുക, ടി വി കാണുക, ഉറങ്ങുക, ഇത് തന്നെ കുറേ നാളായിട്ട്. ഞാൻ ആലോചിക്കുമ്പോൾ അയ്യോ ഇതിങ്ങനെ എങ്ങനെ ശരിയാവും, എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. ഇത് ആദ്യം എനിക്കിത് വലിയ താല്പര്യമില്ലായിരുന്നു. പണ്ട് ഷോ പോകുന്ന സമയത്ത് ജന്മം ചെയ്ത ഈ സാധനമൊന്നും കഴിക്കത്തില്ല. കാരണം നമ്മളപ്പം ചോദിക്കും, ഇച്ചിരി ചോറ് തരുമോ, ഇച്ചിരി ചമ്മന്തി തരുമോ എന്നൊക്കെ ചോദിക്കാൻ പറയുന്നത്. പിന്നീട് ഒരാൾ നമ്മുടെ കൊച്ചു പിള്ളേരെ തിന്നാൻ പഠിപ്പിക്കുന്ന പോലെ ടേസ്റ്റ് ചെയ്ത് നോക്ക്, ആരും മനസ്സോടെ അതെടുത്ത് കുറച്ച് തിന്ന് നോക്കി, അത് കൊള്ളാലോ. അപ്പൊ പിന്നെ പ്ലേറ്റോടെ ഇങ്ങനെ എടുക്കും. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും വനിതയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള 2 പേരാണ് ഗസ്റ്റ് ആയിട്ടുള്ളത്. നമ്മുടെ സ്വന്തം മലയാളത്തിൻ്റെ സ്വന്തം ചിരിക്കുടുക്ക പൊന്നമ്മ ബാബു ചേച്ചിയുണ്ട്, കൂടെ തന്നെ മകൾ ദീപ്തി ചേച്ചിയുണ്ട്. അപ്പോൾ 2 പേർക്കും നമസ്കാരം, സ്വാഗതം. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഈ ഒരു മദേഴ്സ് ഡേക്ക് ഞാൻ 2 പേരെ തന്നെ എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് അമ്മ മകൾ ബന്ധങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ട്രോൾ ചെയ്ത് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് സ്നേഹിക്കുന്ന ഒരു ജോഡിയാണ് നിങ്ങൾ. അപ്പം ദീപ്തി ചേച്ചിയുടെ അടുത്തേക്കാണ് ഞാൻ ആദ്യം പോവുക. പറഞ്ഞോളൂ, എന്താണ് അമ്മ? കാരണം ഞങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു പൊന്നമ്മ ബാബുവാണ്. നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്, കരയിപ്പിക്കുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ഭയങ്കര വില്ലത്തി വേഷമൊക്കെ കെട്ടി വരുന്നുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് ആകെ അറിയുന്ന ഒരു പൊന്നമ്മ ബാബു. ആസ് എ മദർ എന്ന് പറയുമ്പോൾ അത് വേറൊരു ആൻസർ ആയിരിക്കും. പക്ഷേ എന്താണ് അമ്മ എന്ന് ശ്രുതിയോട് ആദ്യം ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്നത് എൻ്റെ മമ്മിയുടെ മുഖം തന്നെയാണ്. സോ ഹെർ ഡെഫിനിഷൻ ഈക്വൽസ് ടു മൈ മദേഴ്സ് ഫേസ്. അങ്ങനെയാണ്. കാരണം അത് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ എന്ന് പോലും സംശയമുള്ള ഒരു വാക്കാണ്. കാരണം സ്നേഹം, സാക്രിഫൈസ്, റെസ്പോൺസിബിലിറ്റീസ്, യുനോ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ രക്തവും ജീവനും മാംസവും ഒക്കെ കൊടുക്കാമെന്ന് പറയത്തില്ലേ, ലൈഫ് ലോങ്. നമ്മളതൊരു പ്രഗ്നൻസി ജേർണി മാത്രമല്ല. ബയോളജിക്കലി ഒരാൾ ഒരു കുഞ്ഞുണ്ടാകുമ്പോഴത്തേക്കും യെസ് ഇറ്റ്സ് എ ബ്ലഡ് റിലേഷൻഷിപ്പാണ്. ബട്ട് ഐ ഫീൽ ലൈക്ക് ദാറ്റ്സ് എ ലൈഫ് ലോങ് ജേർണി. അപ്പം എൻ്റെ മമ്മി എനിക്ക് അതെല്ലാമാണ്. ഫണ്ണാണ്, എനിക്ക് എൻ്റെ മോട്ടിവേഷനാണ്, എനിക്ക് ഇൻസ്പിറേഷനാണ്. സോ ഡെഫിനിഷൻ എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പാടാ ശ്രുതി. ബട്ട് ഒറ്റ ഈസി ആയിട്ട് ആൻസർ തരുവാണെങ്കിൽ ഞങ്ങളുടെ എല്ലാമായ ഞങ്ങളുടെ മമ്മി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ഓക്കെ. അപ്പം മമ്മി ചേച്ചി പറയും, ലൈക്ക് ഒരു അമ്മ, ലൈക്ക് അഭിനേത്രി എന്നുള്ള നിലയിൽ ചേച്ചി അറിയാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. അത്രയും ആൾക്കാർ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടെയാണ്. പക്ഷെ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എന്ത് തോന്നുന്നു? കാരണം അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. പക്ഷെ എപ്പോഴാണ് ഇദ്ദേഹം ഒരു മോള് കൂടെ ഇരിക്കുന്ന മകളെനിക്ക് ഒരു സംവിധായകയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. എന്ത് തോന്നുന്നു ആസ് എ മദർ? മദറിന് ഞാൻ ഭയങ്കര അഭിമാനമുള്ള അമ്മയാണ്. ഭയങ്കര എനിക്ക് എന്നോട് തന്നെ ചിലപ്പോൾ മതിപ്പുണ്ടാവാറുണ്ട്. ഞാൻ നല്ല അമ്മയാണല്ലോ എൻ്റെ മക്കളെ. പിന്നെ തീർച്ചയായും. കാരണം എനിക്ക് ഒരാളല്ല, എനിക്ക് 3 മക്കളാണ് ഉള്ളത്. 3 പേരെ നല്ല രീതിയിൽ പഠിപ്പിക്കുക, അവരൊക്കെ നല്ല സ്ഥാനത്ത് എത്തുക ഒക്കെ ഒരു അമ്മയെന്ന രീതിയിൽ ഉണ്ടെങ്കിൽ തന്നെ ഒരു അച്ഛൻ്റെ ഒരു സപ്പോർട്ടും കൂടി ഇല്ലാതെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് എന്നാ ഒരു ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടോടു കൂടി അമ്മയെന്ന രീതിയിൽ എനിക്ക് നല്ല രീതിയിൽ പിള്ളേർക്ക് എല്ലാം ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയെടുത്തയാളാണ്. കാരണം ഒരു ലൈഫ് നമുക്കൊരു ജന്മം കിട്ടുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുക എൻ്റെ മക്കൾ പഠിച്ച് നന്നായിട്ട് പഠിക്കുന്ന മക്കളായിരിക്കണം, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന മക്കളായിരിക്കണം, നമ്മൾ പറയുന്ന പാതയിൽ പോകുന്ന പിള്ളേരായിരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച ഞാൻ പോകാൻ പറഞ്ഞ പാത 3 പേരും നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ അവരവരുടേതായ പൊസിഷനിൽ അവരെത്തി. അപ്പോൾ എനിക്ക് ഇത്തിരി അഹങ്കരിക്കാൻ പാടില്ലേ? ഇത്തിരിയോ? ഇത്തിരിയോ? ഒരുപാട് ഇല്ല കേട്ടോ, ഞാൻ ഒരിക്കലും അഹങ്കരിക്കാറില്ല. ഞാൻ എപ്പോഴും ദൈവത്തിന് നന്ദിയാണ് പറയുക. എനിക്ക് നല്ല മക്കളെ എന്നിലൂടെ 3 മക്കളെ ദൈവം എനിക്ക് എന്നിലൂടെ തന്ന സോൾ നിങ്ങൾ തന്നതിന് ഞാൻ ദൈവത്തിന് ഒരുപാട്
നന്ദി പറയുന്ന ഒരമ്മയാണ് ഞാൻ എപ്പോഴും. എനിക്ക് അഭിമാനമാണ്. എൻ്റെ മക്കളെ പറ്റി പറഞ്ഞാൽ എനിക്ക് 100 നാവാ ഞാൻ പറയും. പക്ഷെ എനിക്ക് അത്ര അഭിമാനമുള്ളൊരമ്മയാണ് ഞാൻ. അതിപ്പോൾ എന്തായാലും നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. അഭിമാനം മാത്രമല്ല, ഒരു സപ്പോർട്ടും ഈ 3 പേരുടെ സക്സസിൻ്റെ പുറകിലും ഉണ്ട്. ഇപ്പം ദീപ്തി ചേച്ചിയുടെ എനിക്ക് പറയുകയാണെങ്കിൽ വേൾപൂൾ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടു. അതിൻ്റെ തുടക്കം തന്നെ കണ്ടു തുടങ്ങുമ്പോൾ ഓക്കെ ഒരു ഷോർട്ട് ഫിലിം ലൈക്ക് നമ്മൾ വെരി ഫസ്റ്റ് ഷോർട്ട് ഫിലിം ജസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം വരുന്നു, നമ്മളത് കാണുന്നു, എൻഡ് ഓഫ് ആണല്ലോ നമ്മളിതിനെ പറ്റി ചിന്തിക്കുന്നത്. തുടക്കം തന്നെ വരുന്നത് ചേച്ചിക്ക് വേണ്ടിയുള്ള, അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു താങ്ക് യു നോട്ടാണ്. അവിടെ തന്നെ അതൊരു അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വെരി ഫസ്റ്റ് എന്താ ചെയ്തിട്ടുള്ളത്, ഒരു താങ്ക് യു നോട്ടൊക്കെ വെച്ച് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞാൽ കൊള്ളാലോ. പിന്നെ അതിൻ്റെ ആ ഒരു പടം കൂടെ കണ്ടപ്പം അതാ കഥ പറയുന്നത് പോലും ഒരു അമ്മയുടെ മനസ്സാണ്. എങ്ങനെയാണ് ഒരു അമ്മ സ്വന്തം മക്കളെ സേഫാക്കാൻ വേണ്ടി ഏതറ്റം വരെ പോവും, എന്തൊക്കെ സാക്രിഫൈസ് ചെയ്യുന്നുള്ള സ്റ്റോറി. അത് അടിപൊളിയായുള്ള ഡിറക്ഷൻ, അടിപൊളി സിനിമാറ്റോഗ്രാഫി, ഒന്നും പറയാനില്ല. അതൊക്കെ അതിനൊക്കെ പറയാൻ ഞാൻ ആളല്ല, സ്റ്റിൽ ഞാൻ എൻ്റെ രീതിയിൽ പറയുകയാണ്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കണക്റ്റായി. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു ലൈക്ക് ഇപ്പം ഈ പറഞ്ഞായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറയണേ. ഇപ്പോൾ പൊന്നമ്മ ചേച്ചി പറയണു മക്കളോടുള്ളൊരു അഭിമാനം എന്നുള്ളത്, ആ അഭിമാനത്തിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. തീർച്ചയായും. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുകയും ചെയ്തു, ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് തിരിച്ചു വരും എന്നുള്ളൊരു റിയാലിറ്റി ഉണ്ടല്ലോ. അതാണ് ഈ ലൈഫിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും കൂട്ടത്തിൽ. കാരണം ചേച്ചി എന്തായിരുന്നോ എനിക്ക് മക്കളുണ്ടാകുമ്പം ഞാൻ നൽകണം, അവർക്ക് എന്ത് ഞാൻ കൊടുക്കണം എന്ന് ആഗ്രഹിച്ചോ അതിൻ്റെയൊക്കെ റിസൾട്ട് ഇപ്പം 100 ഇരട്ടിയിട്ട് അവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. എങ്ങനെ തോന്നുന്നു ഒരു സംവിധായിക എന്നുള്ള നിലയിൽ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ അമ്മ തന്നെയായിരുന്നു മോട്ടിവേഷൻ? മമ്മി കലാപരമായിട്ട് പറയുവാണെങ്കിലും മമ്മീനേക്കാൾ കൂടുതൽ പപ്പയാ പറയുവാണെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറയുമ്പം കല. അതിന് വേറൊന്നുമല്ല, മമ്മി ഞങ്ങൾ ഒരു എന്നാ പറയുന്നത് കലയിൽ സ്ഥിരമായിട്ടൊരു ഇൻകം അല്ലാത്തത് കൊണ്ട് കൂടുതലും ഞങ്ങൾ സ്ഥിരമാകാൻ വേണ്ടിയിട്ട് നമ്മൾ ജോലിയിലും പഠനത്തിലുമായിരുന്നു മമ്മി ഞങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം തന്നിരുന്നത്. പക്ഷേ വേൾപൂൾ സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ അമ്മയുടെ ജേർണി എന്ന് പറഞ്ഞല്ലോ ശ്രുതി, അപ്പം അതിലൊത്തിരി ഒരുപാടും ലൈക്ക് മമ്മി ചില ചലഞ്ചസ് വരുമ്പോഴും ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് വന്നിട്ടുള്ള ഒരാളാണ് എൻ്റെ മമ്മി. പക്ഷെ ഒരിക്കലും ഞങ്ങളുടെ കാര്യങ്ങളിൽ അതൊന്നും അഫക്റ്റഡ് ആയിട്ടില്ല. ഞങ്ങൾ 3 പേരുണ്ട്, ആ 3 പേരും ഒരു 90% കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല. ആ 10% അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങളെ അത് ബാധിച്ചിട്ടില്ല. ഒരു തരത്തിലും ഞങ്ങളുടെ ലൈഫിൻ്റെ ഒരു റിക്വയർമെൻറ്റ്സിലും ഒരു ചേഞ്ചസ് വന്നിട്ടില്ല. അപ്പം അതെനിക്ക് ഞാനൊരു അമ്മയായപ്പോഴാണ് നമുക്കത് മനസ്സിലാകും. നമുക്ക് ഭയങ്കര എളുപ്പം മാറിയെന്ന് പറയാനായിട്ട് വേറൊരാളുടെ അമ്മ ഇതൊക്കെ പറയാം. പക്ഷെ നമ്മൾ ആ ജേർണിയിലൂടെ തന്നെ പോകുമ്പോഴാണ് ലൈക്ക് വെൻ യു ആർ ഡൂയിങ് ഇറ്റ് ഓൺ യുവർ ഓൺ ഫോർ യുവർ കിഡ്സ്, ദെൻ നമ്മൾ ചിന്തിക്കും അയ്യോ എൻ്റെ മമ്മി ആ സമയത്ത് ഇങ്ങനെയായിരുന്നല്ലോ, ഇങ്ങനെയൊക്കെ ആയിട്ടും മമ്മി കഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇപ്പോഴും ഓർക്കും ഞങ്ങളുടെ എല്ലാ വിശേഷ ദിവസങ്ങളും സ്പെഷ്യലാക്കുന്ന മമ്മിയാണ്. ഇപ്പം ഈസ്റ്റർ ആണെങ്കിൽ പെസഹയുടെ അപ്പം, പള്ളിയിൽ പോയിട്ട് ഞങ്ങളുടെ കള്ളപ്പം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾക്കതെല്ലാം ഒരു റിച്വലാണ് ഓരോ ഇയറിലും. അപ്പം മമ്മിക്ക് ഇപ്പോൾ വർക്ക് ആണെങ്കിലും മമ്മി വരുന്ന ചിലപ്പോൾ ഒരു 2 o'clock ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഷൊർണൂർ പാലക്കാട് നിന്നൊക്കെ ഡ്രൈവ് ചെയ്തിട്ട് കഴിഞ്ഞാലും മമ്മി അത് കിടക്കാതെ രാവിലെ എഴുന്നേറ്റ് മമ്മി ഞങ്ങൾക്ക് വേണ്ടി അതെല്ലാം റെഡിയാക്കും. അപ്പം നമ്മളൊരു വർക്കിൽ നിൽക്കുമ്പം നമ്മൾ ടയേർഡായി ഹെക്റ്റിക് ആയിട്ടൊരു ഡേ ആയിരിക്കും. പിറ്റേ ദിവസമായിരിക്കും ചിലപ്പോൾ ഒരു ബർത്ത്ഡേയോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പം നമ്മൾ സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ എൻ്റെ ദൈവമേ ഹൗ ഡിഡ് ഷീ ഡു ഇറ്റ് ഇങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മമ്മിയിൽ നിന്ന് ഇൻസ്പിറേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ വേൾപൂളിൽ ഒരുപാട് ആ രീതിയിൽ അത് ഒരു മോട്ടിവേഷനായിരുന്നു. ആ കഥയിൽ ചില സന്ദർഭങ്ങളിൽ മമ്മിയുടെ ജീവിതത്തിലെ ഏടുകളിൽ നിന്നുള്ള ഇൻസ്പിറേഷൻസ് അതിൽ മോട്ടിവേഷനായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അല്ല ഇവളൊരിക്കലും ഞാൻ ഫിലിം ഫീൽഡിലോട്ട് ഇങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞാൻ അത് ഇവിടുന്ന് പഠിച്ചതും അവൾ ജോലി എടുത്തതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മേഖലയിലാണ് കഴിഞ്ഞിട്ടല്ലേ പോയത്. ഞാൻ BSc ഫിസിക്സും BSc നഴ്സിംഗും കഴിഞ്ഞിട്ടാണ് വിദേശത്ത് പോയത്. പിന്നെ നഴ്സിംഗിൽ തുടങ്ങി ഞാൻ പിന്നെ മാനേജ്മെൻറ്റിലോട്ട് മാറിയായിരുന്നു. ഇപ്പോൾ ജനറൽ മാനേജർ, റീജിയണൽ ഓപ്പറേഷൻസ് മാനേജർ, പ്രോജക്റ്റ് ലീഡ് അങ്ങനെയൊക്കെയുള്ള പൊസിഷൻസിലൊക്കെ ആയിരുന്നു. പക്ഷേ സ്റ്റോറി ടെല്ലിങ്ങിനോടൊരു ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമയമായപ്പോൾ ഒരു ചുവട് തുടങ്ങിയെന്നേ ഉള്ളൂ. അതാണ് അവിടെ പഠിച്ചു, അവിടെ കോഴ്സൊക്കെ പഠിച്ചിട്ടല്ലേ എടുത്ത്. അതെ അതെ അടിപൊളി. അതെ അതെ. ഇപ്പൊ രണ്ടാമത്തെ ഒരു പടം കൂടെ റെഡി ആയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ഇതും ഒരു ഷോർട്ട് ഫിലിമാണ്. ഇപ്പം മനോരമയിലൊക്കെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. എ ലോങ് ഗുഡ് ബൈ എന്ന ഇതിൻ്റെ പേര്. അപ്പോൾ അത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അതും നമ്മൾ ഫെസ്റ്റിവൽസിന് വേണ്ടി വിടാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. അത് കുറച്ച് ഫെസ്റ്റിവൽ റണ്ണൊക്കെ കഴിഞ്ഞിട്ട് പ്രേക്ഷകരിലോട്ട് റിലീസ് ചെയ്യാന്ന് വെച്ചിരിക്കുവോ. ഇപ്പം കുറച്ച് മാസങ്ങളെടുക്കും അത് റിലീസ് ആവാനായിട്ട്. പക്ഷേ ഫിലിം ഇസ് ഡൺ and it's doing its travel now to the festival circuit. Let's see how that goes. ഞാൻ അതിൻ്റെ ഒരു ന്യൂസും ആർട്ടിക്കിൾസും വായിച്ചപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യമാണ്,
അതും ഒരു ഡിമെൻഷ്യ ആയിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിലാണ് ആ പടം പോയിട്ട്. അതായത് കുറച്ചൊരു ഓൾഡർ ആയിട്ടുള്ള കപ്പിൾസിന്റെ സ്റ്റോറിയാണ്, ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണെന്നാണ് വായിച്ചപ്പം. ഒരു ചെറിയ സിനോപ്സിസ് മാത്രമല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അവിടെയും ലൈക്ക് എല്ലാം പാരൻസ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കാണ് ദീപ്തിയുടെ എല്ലാ സ്റ്റോറീസും വരുന്നത്. ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്തത് കൊണ്ടാണ് ഒരു പക്ഷേ മനസ്സിലാക്കാൻ പറ്റുന്നതാവാം മേ ബി. പക്ഷെ സ്റ്റിൽ പാരൻസ് ബന്ധങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള വാല്യൂ കൊടുക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നി. അതെ അത് തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ ശ്രുതി. അത് പാരന്റിങ് ഉണ്ട് തീർച്ചയായിട്ടും. അതുകൂടാതെ നമുക്ക് ഈ ബന്ധങ്ങൾ ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളിൽ ഒന്നാണ് പീപ്പിൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാരെ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരുപാട് സമയം ഒരുപാട് കൂടെ സ്പെൻഡ് ചെയ്യുന്നല്ല. ഞാൻ ആരോടും കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പം ഐ എം പ്രസന്റ്, ഐ എം വിത്ത് ദം 100% ആയിട്ട്. എന്നിട്ട് ഞാനത് ആ സമയത്ത് നമ്മൾ അവരുടെ കൂടെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഐ ട്രൈ ടു കണക്ട് വിത്ത് പീപ്പിൾ. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടൊന്നോ അങ്ങനെ നമ്മൾ ജെനുവിനായിട്ട് അങ്ങനെ ആയി പോവുക. അപ്പോൾ ഞാൻ ഏജ് കെയറിലാണ് വർക്ക് ചെയ്തത് ഇത്രയും വർഷങ്ങളും. പല ഈ പൊസിഷൻസ് ഒക്കെ ചെയ്തതും വിതിൻ ദ ഏജ് കെയർ ബിസിനസ്സാണ് കോർപ്പറേറ്റിൽ വന്നപ്പോഴും. സോ ഡിമെൻഷ്യ എന്ന് പറയുന്നത് ഒരു 17-19 വർഷത്തെ അനുഭവ പരിചയമാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ പറയാൻ പറ്റുന്നൊരു വിഷയം അത് ഞാൻ ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് വന്നിരുന്ന ഒരു വിഷയമായിരുന്നു അത്. അതുകൊണ്ട് അത് പറഞ്ഞിരിക്കുന്നത് അതൊരു കപ്പിളിൻ്റെ സ്റ്റോറിയാണ് ഈ പറഞ്ഞതുപോലെ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ അത് റിലീസ് ആകുമ്പോഴത്തേക്കും പ്രേക്ഷകർ ഒരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. ആ സമയത്ത് ഒരു പേരൻറ്റിങ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേരൻ്റ് ഇമോഷൻ അതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഓൾ റിലേഷൻഷിപ്സ് ഈ പറഞ്ഞ പോലെ പേരൻറ്റിങ്ങിൽ മാത്രം എക്സ്ക്ലൂസീവായിട്ട് മാത്രം ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. ഇപ്പം നമ്മുടെ സിബ്ലിങ്സ് അല്ലെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം കൊളീഗ്സ് എല്ലാ ഹ്യൂമൻ റിലേഷൻഷിപ്സിനോടും ഇച്ചിരി ഡെപ്തിൽ പോകുന്ന ആളാണ് ഞാൻ. സോ ഐ തിങ്ക് ദാറ്റ് ഇൻഫ്ലുവൻസസ് ദ വേ റൈറ്റ് ആൻഡ് പോർട്രേ സ്റ്റോറി ഓൺ സ്ക്രീൻ. ഐ തിങ്ക് ശരിയാ. കാരണം വേൾപൂളിൽ പോലും അമ്മയുണ്ട്, സ്റ്റിൽ അവിടെ ഒരു ഫ്രണ്ടിനെയും കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിനോടുള്ള ലാസ്റ്റ് ആ ഒരു കമ്മിറ്റ്മെന്റും അതിൽ പറഞ്ഞിട്ട് ആ സ്റ്റോറി അവസാനിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ചോദിക്കാനുള്ളത്, അമ്മയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലൈക്ക് അമ്മ ഇങ്ങനെയാണ്, അതായത് അമ്മയുടെ ആ ഗുണങ്ങൾ കൊണ്ട് ആ ഗുണങ്ങളെല്ലാം ഞാൻ ലൈഫിലേക്ക് എടുക്കുകയാണെങ്കിൽ എൻ്റെ ലൈഫ് അടിപൊളിയായിരിക്കും, ലൈക്ക് എനിക്ക് എന്തും ചെയ്യാൻ പറ്റും എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഇത് ഈ വേൾപൂളിൻ്റെ കുറേ ഇൻ്റർവ്യൂസിൽ ഞാൻ പറഞ്ഞതാണ്. ഇപ്പം മമ്മിയുടെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. പക്ഷെ മമ്മിയുടെ ഒരു മനക്കരുത്തും അതിനോടുള്ളൊരു പെർസീവറൻസും ഉണ്ട്. ഒരു കാര്യം ഒന്നും മമ്മീനെ ഫേസ് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല. ഈ ലോകം മറിഞ്ഞു വീണെന്ന് പറഞ്ഞാലും ഇവിടെ ഭൂമികൾക്ക് ഉണ്ടായതിൻ്റെ അടിത്തറ ഇളകിയെന്ന് പറഞ്ഞാലും മമ്മി എടുക്കുന്ന ഒരു സ്റ്റാൻസിൽ മമ്മി നിൽക്കുക. അത് ശരിയോ തെറ്റോ നമ്മളെല്ലാവർക്കും നമ്മുടേതായ പെർസ്പെക്റ്റീവ്സ് വരും. ചിലപ്പോൾ എനിക്ക് പോലും മമ്മിയോട് ഞാൻ എഗ്രി ചെയ്യത്തില്ല ചില കാര്യങ്ങൾ. പക്ഷേ മമ്മി എടുക്കുന്ന ഒരു സ്റ്റാൻസിൽ എനിക്ക് മമ്മിയുടെ ആ ഒരു പേഴ്സണാലിറ്റി, ആ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടല്ലോ, ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിത്വം, ഷീസ് ഹെർ ഓൺ ബീയിങ്. അങ്ങനെ അത് ലൈക്ക് ഞാൻ എൻ്റെ ഒരു ബീയിങ്ങിനെ കണ്ടെത്താൻ സമയമെടുത്ത ഒരാളാണ് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കുറേ സമയം എടുത്ത ഒരാളാണ്. പക്ഷെ മമ്മി അങ്ങനെ തന്നെയായിരുന്നു. എപ്പോഴും മമ്മിക്ക് മമ്മിയുടെ വ്യക്തമായ ധാരണകളുണ്ട്. സിനിമയിൽ വരണം, സിനിമയിൽ തന്നെ മമ്മി വന്നു. മമ്മി വേറെ ഒന്നും ഇപ്പം ഞങ്ങൾ പറയും ഇടയ്ക്ക് ഓസ്ട്രേലിയ വന്ന് നിൽക്കും മമ്മി, നമ്മളിവിടെ നിൽക്കില്ല, സിനിമയിൽ തന്നെ മമ്മിക്ക് അതാണ് മമ്മിയുടെ ഇഷ്ടം. സോ ഷീ സ്റ്റാൻഡ്സ് ബൈ ഹർ ഡിസിഷൻസ്, ഷീ സ്റ്റാൻഡ്സ് ബൈ ഹർ ചോയ്സസ് ആൻഡ് ഷീ ഈസ് ഹെർ ഓൺ പേഴ്സൺ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. കാരണം നമ്മളെല്ലാവരും എസ്പെഷ്യലി സ്ത്രീകൾ നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മൾ വളർന്നു വരുമ്പം ഇപ്പോഴെനിക്ക് ഒരുപാട് നമ്മളെല്ലാവരും കുറേ കൂടെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസും മനസ്സിലാക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ട്. പക്ഷെ മമ്മി എന്ന് വളർന്ന കാലത്ത് അത്ര ഇല്ലായിരുന്നല്ലോ. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പം നമുക്കെല്ലാം മനസ്സിലായി വരുമല്ലേ. ഒരു സ്ത്രീ അവരെ മനസ്സിലാക്കി ഓൺ യുവർ സെൽഫ് ആൻഡ് ബി യുവർ സെൽഫ് എന്നുള്ളതേ. അപ്പോൾ അത് എനിക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളാണ് മമ്മിയുടെ അടുത്തുനിന്ന്. മമ്മീനെ ഒന്ന് ചിന്തിച്ചാൽ മതിയല്ലോ, നമ്മൾ വേറെ സംസാരിക്കൊന്നും വേണ്ട, ഒന്ന് ചിന്തിച്ചാൽ മതി. ലൈഫിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ് വരുന്നു. ഞാൻ ഇടയ്ക്ക് പറയും മമ്മി എന്തോ ഞങ്ങളെ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ പറയൂടി എൻ്റെ അഹങ്കാരമാണത്. ഞാൻ അതുക്കും രജനി സാറൊക്കെ പറഞ്ഞതുപോലെ അതുക്കും മേലെ എന്ന് പറഞ്ഞ മമ്മി ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മമ്മിയുടെ ആ ഒരു ഷീ ഡസൻ കെയർ. ഈവൻ സംടൈംസ് ഞാൻ പറയും മമ്മി ഇപ്പം എൻ്റെ വേൾപൂൾ വരുന്നു, മമ്മി പലരെയും ഫോൺ വിളിച്ചിട്ട് കണ്ടില്ലേ മമ്മി, ഞാൻ പറഞ്ഞു മതി മമ്മി അവർ കാണട്ടെ. അപ്പം മമ്മി പറയുന്ന ലൈക്ക് അവർക്ക് പക്ഷെ മമ്മി അതിൽ പെർസിസ്റ്റൻ്റ്. മമ്മിക്ക് മനസ്സിലൊന്ന് കയറി കഴിഞ്ഞാൽ മമ്മി പെർസിസ്റ്റൻ്റ് ആയിട്ട് മമ്മി അങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടും ഞങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മമ്മിയുടെ ആശയങ്ങൾ മമ്മിയുടെ പിന്നെ മമ്മി എപ്പോഴും ഉണ്ടല്ലോ ഒരു കാര്യം മമ്മിക്ക് മനസ്സിലായാലും മമ്മി ചേഞ്ച് ചെയ്യും. അത് ഇപ്പോൾ ചേഞ്ച് ചെയ്യും, നമ്മളെല്ലാവരും ചേഞ്ചസ് കോൺസ്റ്റൻ്റ് ആണല്ലോ, നമ്മൾ ആവശ്യമാണല്ലോ. പക്ഷെ മനസ്സിലാവുന്ന ഒരു പോയിന്റിൽ മമ്മി അത് ചേഞ്ച് ചെയ്യാൻ നോക്കും, അഡാപ്റ്റ് ചെയ്യും. അതെനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ചേഞ്ച് പാടല്ലേ, ഇപ്പോഴത്തെ ജനറേഷനോട് കണക്ട് ചെയ്യാൻ ചില ആൾക്കാർക്ക് പാടാം. മമ്മീനെ നിങ്ങൾ എവിടെ കൊണ്ടിട്ടു, ജെൻ സി, ജെൻ ആൽഫ, ഡസന്റ് മാറ്റർ. മമ്മി
മമ്മി അങ്ങനെ മമ്മിക്ക് അതൊരു വിഷയമൊന്നുമില്ല. മമ്മി ഇങ്ങനെ ഇവന് പറയാനുള്ള മമ്മി വളരെ സ്ട്രോങ് ആയിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലേ മമ്മി പറയും. സംടൈംസ് എനിക്ക് അത്രയും ഞാൻ ആ പേഴ്സണാലിറ്റി എനിക്ക് എൻ്റെ അല്ല. അപ്പം ദാറ്റ്സ് ഹെർ. അപ്പം സംടൈംസ് ഐ ഫീൽ ലൈക്ക് ഓ മൈ ഗോഡ്. അപ്പം ഞാൻ പറയും മമ്മി, അപ്പം അവർക്ക് പക്ഷെ അമ്മയുടെ പണക്കമില്ല. കാരണം അവർ തമ്മിൽ മമ്മീനെ അറിയാവുന്നവർക്ക് അറിയാം. പണമ ചേച്ചിയാണോ അതിന് ഇഷ്ടമില്ലേ പറഞ്ഞിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ നാളെ അത് കഴിഞ്ഞാൽ മമ്മിക്ക് പിണക്കമൊന്നുമില്ല. ബാക്ക് ടു നോർമൽ. മമ്മി സ്റ്റിൽ ഒരു നെഗറ്റീവ് ഇമോഷൻസും മമ്മിക്ക് അവരെ കുറിച്ച് മമ്മിയുടെ മനസ്സിലില്ല. പക്ഷെ അത് പറയാനുള്ളൂ. ഇപ്പം ശരിക്കും ശ്രുതിയോടാണെങ്കിലും പറഞ്ഞ് സെറ്റാക്കിയിട്ട് നമുക്ക് സമാധാനമാകത്തുള്ളൂ. അതെ അതെ. എങ്ങനെ സാധിക്കുന്നു ഈ ഒരു ആറ്റിറ്റ്യൂഡും ഈ ഒരു മനോധൈര്യമൊക്കെ ഇങ്ങനെ കീപ്പ് ചെയ്യാൻ? അതിന് എന്തെങ്കിലും ഒരു സീക്രട്ട് ഉണ്ടോ? ലൈക്ക് എന്നെ പോലുള്ള ആൾക്കാർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എല്ലാം ജീവിതാനുഭവങ്ങളല്ലേ നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന കരുത്ത്. എല്ലാം നമ്മുടെ ലൈഫല്ലേ നമുക്ക് നമ്മുടെ കരുത്താവുന്നതും. ഞാൻ ഒരു സാധാ ഒരു കുട്ടിയായിരുന്നു. ഇപ്പോൾ കുട്ടിയല്ല, പക്ഷെ കുഞ്ഞായിരുന്നു. പക്ഷേ അത് ലൈഫിൽ വരുമ്പോൾ നമ്മൾ സ്ട്രോങ് ആവുമല്ലോ. പിള്ളേരൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നും കൂടെ സ്ട്രോങ് ആവും. അതെ, അവർക്ക് വേണ്ടി ആരെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ ആരെങ്കിലും ഒരാൾ സ്ട്രോങ് ആയാലും നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. രണ്ടുപേരും സ്ട്രോങ് ആവാതെ രണ്ട് വഴിക്ക് പോയാൽ കുഞ്ഞുങ്ങൾ എങ്ങനെ പോകുന്ന ആലോചിച്ച് നോക്ക്. അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഒരാൾ സ്ട്രോങ് ആയി നിന്നാലേ കാര്യങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ലൈഫ് എൻ്റെ ലൈഫ് എന്നെ പഠിപ്പിച്ചത്, എൻ്റെ ലൈഫാണ് എൻ്റെ കരുത്ത്. ജീവിതാനുഭവം എന്ന് പറയും, ജീവിതാനുഭവമാണ് എൻ്റെ കരുത്ത്. ആ കരുത്തിലൂടെ പിന്നെ എൻ്റെ പ്രെയർ, എൻ്റെ പ്രാർത്ഥന, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നയാളാണ്. എപ്പോഴും ദൈവത്തോട് നന്ദി പറയുന്നയാളാണ്. ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചു. പിന്നെ മനസ്സിൽ ഞാനൊന്നും അങ്ങനെ വെച്ചാരോടൊന്നും പെരുമാറാറില്ല. എനിക്കെന്തെങ്കിലും പറയാനുണ്ട് മോള് പറഞ്ഞാൽ തന്നെ അപ്പം തന്നെ സ്പോട്ടിൽ പറഞ്ഞിരിക്കും. കള്ളം പറയേയില്ല. ഞാൻ ഞാൻ തുറന്നടിച്ച പോലെ പറയും. ചിലർക്ക് ഒതുക്കിയൊക്കെ പറയുമായിരിക്കാം, പക്ഷേ എനിക്ക് അവിടെയും പറയാൻ ഒതുങ്ങില്ല. എനിക്കത് പറയണം. പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിലങ്ങനെ കിടക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ എപ്പോഴും ഞാൻ എന്താ പറയുക, നമ്മൾ എനിക്ക് നെഗറ്റീവ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ ഇഷ്ടം. എപ്പോഴും നല്ല പോസിറ്റീവായിട്ടിരിക്കണം, പോസിറ്റീവായിട്ട് നമ്മൾ സംസാരിക്കണം. ഒരാൾക്ക് നല്ലത് നല്ലതെന്ന് കേൾക്കുമ്പോൾ അത് അറിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പോസിറ്റീവ് ഉണ്ടല്ലോ. അവർക്ക് സങ്കടം ദുഃഖം കേൾക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് സങ്കടം നമ്മളോട് വരുക. പെട്ടെന്ന് ആൾക്കാർ വന്നാൽ തന്നെ എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്കറിയാം ആള് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ അടുത്ത് വന്നാൽ ആ ആൾ പോസിറ്റീവാണ് നെഗറ്റീവാണെന്ന് കൃത്യമായിട്ട് എനിക്ക് കിട്ടും. എന്താ നമ്പർ എനിക്ക് അങ്ങനെ ഒരു കഴിവ് തന്നിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക്. പക്ഷേ ചില നേരങ്ങളിൽ ചില ആൾക്കാർ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കിയെന്ന് വരില്ല. അവരതുവരെ നമ്മുടെ അടുത്ത് പോസിറ്റീവായിട്ട് നിന്നിട്ട് പിന്നെ ഇടയ്ക്ക് എവിടെയോ ഒരു നെഗറ്റീവ് ഇറക്കുമ്പോൾ നമ്മൾ ആ നെഗറ്റീവിനെ കയറി നമ്മൾ പിടിക്കും. ആ നെഗറ്റീവ് അവിടെ നിൽക്കുക മതി, കുറച്ച് ഇനി ആ നെഗറ്റീവ് അവിടെ നമുക്ക് വേണ്ടത് സാധനം പോസിറ്റീവ് സംഭവങ്ങളാണ് നമുക്ക് വേണ്ട, നമുക്കത് മതി. അതുകൊണ്ട് ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. എപ്പോഴും എനിക്ക് എന്താ പറയുക, തമാശ കാണുക, ചിരിക്കുക, എന്തൊക്കെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെ എനിക്ക് ചിരിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. ചിരിച്ചിരിക്കാം തീർച്ചയായും. ഞാനതെല്ലാം ആലോചിച്ചത് പറഞ്ഞപ്പോൾ ഒരാൾ അടുത്ത് വന്നിരുന്നായിരിക്കും ഞാൻ കുറച്ചു നേരം അടുത്ത് വന്നിരുന്നു. ഞാൻ ആലോചിച്ചു ഓക്കെ എൻ്റെ അടുത്ത് വലിയ പ്രശ്നമൊന്നും കാണിച്ചില്ല. അപ്പൊ എനിക്ക് കുറച്ച് എനർജി കിട്ടി അവിടെ ഇരുന്നപ്പോൾ. അല്ല, നമുക്കൊക്കെ ലൈഫിലേ നമുക്കൊക്കെ ഒരു ഓറയുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഓറ. ആ ഓറ നമ്മളെ അത് കൂടുതലും ഒരു ഓറ ഉണ്ടാകുക എന്ന് പറയുന്നത് നമ്മുടെ പ്രെയറിൽ. അല്ല, ഞാൻ പറയുന്നത് ഒരു മനുഷ്യനെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഓറയുണ്ട്. അത് നെഗറ്റീവ് ഉള്ളവരുണ്ട്, പോസിറ്റീവ് ഉള്ളവരും ഉണ്ട്. പോസിറ്റീവ് വൈബ് എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മൾ എപ്പോഴും നല്ലതായിട്ട് അതിനെ ചിന്തിക്കുക, മറ്റുള്ളവർക്ക് അതിനെപ്പറ്റി സന്തോഷിക്കുക. അതോടൊപ്പം തന്നെ കൂടുതലും നമുക്ക് വേണ്ടി അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുക. എല്ലാം ഇങ്ങോട്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മൾ അവരുടെ ചുറ്റുള്ളവരെ കൂടെ പരിഗണിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മുടെ ഈശ്വരൻ എന്ന് പറയുന്ന ഒരാൾ നമുക്ക് നമ്മളോടൊപ്പം സപ്പോർട്ടുണ്ട്. അപ്പോൾ അവിടെ ആർക്കും നമ്മളെ പെട്ടെന്ന് അങ്ങനെ മാന്തിപ്പറിക്കാനോ അല്ലെങ്കിൽ എടുക്കാനോ ഒന്നും ദൈവം സമ്മതിക്കില്ല. അപ്പോൾ ആ ഒരു ദൈവത്തിൻ്റെ എപ്പോഴും ഞാനതാ പറഞ്ഞത്, ഞാൻ എപ്പോഴും ഈശ്വരന് നന്ദി പറയുന്ന ഒരാളെ എപ്പോഴും ഏത് കാര്യത്തിനായാലും ദൈവത്തിൻ്റെ എല്ലാം ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ബ്ലെസ്സിങ് ദൈവത്തിൻ്റെ. അത് എൻ്റെ 3 കുഞ്ഞുങ്ങൾക്കും ഉണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളായിട്ട് ഞാൻ പറയില്ല, എല്ലാ അമ്മമാർക്കും ഇപ്പോൾ കേൾക്കുന്ന അമ്മമാർ വിചാരിക്കുമ്പോൾ ഞങ്ങൾക്ക് അവർക്ക് മക്കളില്ലേ, ഞങ്ങൾക്ക് മക്കളെങ്ങനെയാണ് അവർ ചിന്തിക്കുമായിരിക്കാം നമ്മളിത് പറയുമ്പോൾ. പക്ഷെ അതല്ല, എൻ്റെ 3 മക്കൾക്കും അവർക്ക് അങ്ങനെ വലിയ കള്ളത്തരങ്ങളൊന്നും അറിയത്തില്ല. അവർ എല്ലാം ഞാൻ കുറേ നല്ല തിരക്ക് വരുമ്പോൾ എല്ലാവരെല്ലാം നല്ല ബോഡിയിൽ നിന്നാണ് പഠിച്ചേ. അപ്പോൾ അവരുടെ കന്യാസ്ത്രീ കോൺവെൻറ്റ് അറിയാമല്ലോ, അവിടെ എൻ്റെ മോൻ പഠിച്ച അച്ഛന്മാരുടെ കോൺവെൻറ്റിലാണ്, അറിയാമല്ലോ അവിടുത്തെ പഠന രീതിയും അറിയാമല്ലോ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അവിടുന്ന് പഠിച്ചിറങ്ങി പിന്നെ കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ നമ്മൾ പല കാര്യം പറഞ്ഞു കൊടുക്കുക,
പിന്നെ എല്ലാം ആ ഒരു രീതിയിലാണ് കുഞ്ഞുങ്ങളൊക്കെ വളർന്നത്. അപ്പോൾ അവർക്ക് ഒരു കള്ളത്തരവോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും അറിയില്ല. നമ്മളെപ്പോലെ തന്നെയാണ് അതുങ്ങൾ സംസാരിക്കുന്നത്. എൻ്റെ 3 മക്കളും അതെ, ഒരു കള്ളത്തരവും അറിയത്തില്ല. ഇനി അഥവാ ഞാൻ കള്ളം പറയാമെന്ന് വെച്ചോ, എനിക്കൊരിക്കലും ശരിയാവില്ല. അത് എപ്പോൾ പൊട്ടിയെന്ന് ചോദിച്ചാൽ മതി. അപ്പം തന്നെ എനിക്ക് ഒരു തടസ്സമൊക്കെ വരും. അപ്പം തന്നെ പിള്ളേർ പറയും സത്യം ഇങ്ങ് പോരട്ടെ, പോരട്ടെ, എനിക്ക് വരത്തേ ഇല്ല. അപ്പം അങ്ങനെയാണ് നമ്മളങ്ങനെ. എൻ്റെ കുഞ്ഞിനെ ഞാനും അങ്ങനെ. എനിക്ക് വലിയ കള്ളത്തരമൊന്നും അറിയത്തില്ല. നമ്മൾ നേരെ വാ നേരെ പോകും. അല്ല, ഡിസിപ്ലിൻഡാന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലായെന്നറിയോ? ഇന്ന് രാവിലെ വണ്ടിയുടെ കാര്യം പറയാൻ വേണ്ടി ചേച്ചിയെ വിളിച്ചപ്പോൾ ചേച്ചി എന്നോട്, ഇല്ല ശ്രുതി, മമ്മി എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു 9:30 റെഡി ആവണമെന്ന്. ഞാൻ റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഞാനൊക്കെ ഏതാണ് 9:45 ഒന്നുമില്ല. എനിക്ക് ആ കാര്യത്തില്ല. ഞാൻ ഷൂട്ടാണെങ്കിലും അതെ, ഞാൻ അങ്ങനെ പഠിച്ചിരിക്കുന്നത്. നമ്മളൊരു കറക്റ്റ് ഇന്ന സമയം എന്ന് പറയും, ഇന്ന സമയത്ത് വന്നിരിക്കണം. അത് ഞങ്ങളുടെ പഴയ മമ്മൂക്ക, ലാലേട്ടൻ, അമ്പിളിച്ചേട്ടൻ എല്ലാവരും ആ കറക്റ്റ് സമയത്ത് ഞങ്ങൾ താഴെ വന്നിരിക്കും. ഇപ്പോഴും ഞാൻ പല പടങ്ങളിൽ പോകുമ്പോൾ ഡയറക്ടർമാർ അതിശയിക്കും, നമ്മൾ സെറ്റിലുണ്ടാവും, എന്നിട്ട് മറ്റുള്ള കുറേ ആൾക്കാർ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ ശീലിച്ചത്. അത് തന്നെ പിള്ളേരോടും. വീട്ടിൽ പിന്നെ ഞാനൊരു മണിക്കൂർ മുമ്പേ പറയും ഒരു റെഡിയാ ഒരാളോട്. 3 മണിക്ക് പോകണേ പറയും, 2 മണിക്ക് പോകണേ നമുക്ക് 2 മണി 1 മണിക്കൂർ എക്സ്ട്രായിടും. എന്നാലേ 2 മണി എന്ന് പറഞ്ഞാൽ 2:30 ഇറങ്ങുള്ളൂ. 1 മണിക്കൂർ കൂട്ടി പറയണം. ഹസ്ബൻഡ് എപ്പോഴും അങ്ങനെ ഇച്ചിരി ലേറ്റാ റെഡിയായി ഇറങ്ങി വരാൻ. അതിന് ഇവളോട് ഞാൻ പറയടി, പപ്പയോട് പറയുമ്പോൾ 4 മണിക്ക് ഒരു സ്ഥലത്ത് പോകണേ, 3 മണിന്ന് പറഞ്ഞേക്കണേന്ന് പറയും. 3 മണി ചിലപ്പോൾ താമസിച്ചായിരിക്കും ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ സംസാരം ഉണ്ടാകുക. നിങ്ങൾ പോക്കോ, ഞാൻ പുറകെ വന്നേക്കാന്നൊക്കെ പറയും ചിലപ്പോൾ. എന്നാലും ഇല്ല, അപ്പം കറക്റ്റ് സമയത്ത് ഇറങ്ങാൻ മാക്സിമം ശ്രമിക്കും. എന്നാലും എവിടെയെങ്കിലും കുറച്ച് ലേറ്റാകും, അപ്പം ഇറങ്ങൂല. ഇനി നമുക്ക് കുറച്ച് ഇതിലേക്ക് വേറൊരു സെഷനിലേക്ക് തന്നെ ഞാൻ പോവാണേ. അതായത് നമ്മുടെ ഫുഡാണ് നമ്മുടെ മെയിൻ വിഷയം. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്, ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമുക്ക് ഇടാം, Q&A. അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫുഡ് ഏതായിരിക്കും? മീൻകറി. ഓക്കെ. ദീപ്തി ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? മോക്കോ? അവക്ക് പുളിശ്ശേരി, ഫിഷ്, കാളൻ. ഏത് പുളിശ്ശേരിയാന്ന് പറ? കാളൻ, മാമ്പഴ പുളിശ്ശേരി. മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെച്ചായിരുന്നു. പുളിശ്ശേരി അത് വെച്ചാലേ നമ്മൾ കുറേ നാൾ വിദേശത്ത് താമസിക്കുമ്പോൾ നമ്മൾ വീട്ടിലെ അമ്മയുടെ ഒക്കെ അച്ഛൻ്റെ ഫുഡൊക്കെ മിസ് ചെയ്യുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിക്കാണ് അതിനോട്. അപ്പോൾ നമുക്ക് എന്ത് നല്ല ഫുഡ് കഴിച്ചാലും നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ കിട്ടാതെ വിഷമത്തിൽ കിടക്കും. അപ്പോൾ ഇവിടെ വരുമ്പോൾ അവിടെ നിന്ന് വിളിച്ചു ചോദിക്കുക. എൻ്റെ ഈ മാമ്പഴ പുളിശ്ശേരി എന്നെക്കാൾ കൂടുതൽ എൻ്റെ അനിയത്തിക്ക് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പം പിങ്കി, അതെ. അപ്പം അവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഈ മമ്മിയുടെ മീൻകറി, കാരണം ഞങ്ങൾ മീൻകറി എത്ര വെച്ചാലും മമ്മി വെക്കുന്ന പോലെ ആകത്തില്ല. ഞങ്ങളുടെ മോശമല്ല, പക്ഷെ മമ്മിയുടെ എന്ന് പറഞ്ഞാൽ അതൊരു ക്ലാസ്സാണ്. നമ്മൾ സാധാരണ മീൻകറി വെക്കുമ്പോൾ ചിലരൊക്കെ വെച്ച് കഴിഞ്ഞാൽ 2ാം ദിവസമല്ലേ അത് കുറേ ടേസ്റ്റ് ആകുന്നത്. നമ്മൾ ഈ മുളകും പുളി ഇട്ട് വെക്കുന്നത് പിടിച്ചൊക്കെ വരണമെങ്കിൽ. മമ്മിയുടെ ഇത് മമ്മി വെച്ച് ഇപ്പോൾ വന്ന് ഒരു 1/2 hour കയറി മമ്മി വെച്ച് എടുത്തു കഴിഞ്ഞാൽ അടുപ്പത്ത് നിന്ന് എടുക്കുമ്പോൾ നമ്മളെ ഇരുന്ന ആ ടേസ്റ്റിന്റെ ഇത് പറയുമ്പോൾ തന്നെ വയല് വെള്ളം. സോ അങ്ങനെയാണ് മമ്മിയുടെ കുക്കിംഗ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര മിസ്സിംഗ് ആണ്. അതുകൊണ്ടാണ് മമ്മി ആ ഡിഷസ് ഇങ്ങനെ എടുത്ത് പറയുന്നത്. ഇപ്പം പുളിശ്ശേരി എന്നൊക്കെ പറഞ്ഞ് എടുത്ത് പറയാൻ കാര്യം ഇവിടെ വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ബഹളം വെച്ചതിനായിരുന്നു അതാ പറയുന്നത്. അടിപൊളി. ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ഫുഡ് ഏതാ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. പിള്ളേർക്ക് ഒരു ദിവസം നമ്മുടെ ഫുഡിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഇന്നുണ്ടാക്കുന്നതല്ല നാളെ ഉണ്ടാക്കുന്നത്, നാളെ ഉണ്ടാക്കുന്നതല്ല മറ്റന്നാൾ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ മാറി മാറി ഉണ്ടാക്കുന്ന ആൾക്കാർ. കാരണം ഇപ്പോൾ കുട്ടികളോട് വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ മാറി ചെയ്യും. ഇന്നലെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കും. ഇന്നലെ ഞങ്ങൾക്ക് ചക്കപ്പുഴുക്കും ചിക്കൻ കറിയായിരുന്നു. ഞാൻ ഫോൺ വിളിച്ചോണ്ടിരുന്ന സമയം കൊണ്ട് അങ്ങോട്ട് വന്നാൽ നേരിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. മോർണിംഗ് ഇഡ്ഡലിയും സാമ്പാറും അതിൻ്റെ തലേ ദിവസം അങ്ങനെ പല രീതിയിൽ പുട്ടും പുട്ട് കടല അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡാണ് വീട്ടിലുണ്ടാക്കുക എപ്പോഴും. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഫുഡീസാണ്. എല്ലാം ഉണ്ടാക്കും വീട്ടിൽ, എല്ലാം ഉണ്ടാക്കും വീട്ടിൽ. ഒരാഴ്ച ഒരു 3-4 ദിവസം മുമ്പ് ഞാൻ ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കി. അല്ല, പിന്നെ അതിന് മുമ്പ് നമ്മുടെ തന്നെ നാടൻ മലബാർ ബിരിയാണി ഉണ്ടാക്കി. അങ്ങനെ എല്ലാം ഞാൻ വ്യത്യസ്തമായിട്ട് നമ്മൾ നമുക്ക് എന്തെങ്കിലും ഫിഷും എന്തെങ്കിലും നോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ കൂടെ എന്തെങ്കിലും ഒരു പച്ചക്കറി ഉണ്ടാവും. അത് ചിലപ്പോൾ കാബേജാണെങ്കിൽ ഇന്ന് നാളെ ബീറ്റ്റൂട്ട്, അല്ലെങ്കിൽ തോരൻ, അല്ലെങ്കിൽ കോവയ്ക്ക, അല്ലെങ്കിൽ കൂമ്പും പയറും കൂടെ തോരൻ. അങ്ങനെ വ്യത്യസ്തമായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. ഏറ്റവും ബെസ്റ്റ് കുക്കാരാ? അത് ഭയങ്കര ഹാർഡാണ് ചൂസ് ചെയ്യാനായിട്ട്. അതായത് എൻ്റെ പപ്പ ഭയങ്കര കുക്കാണ് എൻ്റെ പപ്പ. അപ്പോൾ മമ്മി എന്ന് പറഞ്ഞാൽ നാടൻ ഐറ്റംസ് ഉണ്ടല്ലോ, അതാ മമ്മിയുടെ മാസ്റ്റർ പീസ്. ഈ പറഞ്ഞ പോലെ മാമ്പഴ പുളിശ്ശേരി ഇതെല്ലാം പപ്പ ഏറ്റവും നല്ല കുക്ക്. പപ്പ ചൈനീസ് ചെയ്യും.
ചൈനീസ് ചെയ്യും, നാടൻ ചെയ്യും, ഒക്കെ ചെയ്യും എല്ലാം. ഈ പോട്ടിയിൽ സമ്മതിച്ചിരിക്കും കേട്ടോ. അല്ല എന്ത് പറയുന്നു ഞാൻ ഇങ്ങനെ നിൽക്കുവാ. അല്ലല്ല പപ്പ, കാരണം ഞാൻ കല്യാണം കഴിച്ചു വരുമ്പോൾ എനിക്കൊന്നും അറിയാൻ മേലാത്ത ഒരാൾ അന്ന് കുക്ക് ചെയ്ത് പപ്പയാ. അതെ പപ്പയാണ് പപ്പ പപ്പയാ cook എക്സലന്റ് ആയിട്ട് ഭയങ്കര നമ്മള് പപ്പയുടെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പപ്പയുടെ ഫ്രണ്ട്സ് പറഞ്ഞിങ്ങനെ ഞാൻ കേട്ടു നളപാചകം എന്നൊക്കെയാണ് പപ്പയുടെ കുക്കിങ്ങിനെ വിശേഷിപ്പിച്ച ആൾക്കാർ പറയുന്നത്. കാരണം എല്ലാവരും പപ്പ ഒന്നുണ്ടാക്കി അത് എന്ന് പറഞ്ഞ് ആ ഡിഷിന്റെ പേര് പറഞ്ഞ് ഇന്നും ആൾക്കാർ കാണുമ്പോഴത്തേക്കും അയ്യോ എങ്ങനെ പറയും, അത്രയ്ക്കും നല്ല കുക്കാ പപ്പ. അപ്പൊ പറഞ്ഞു വരുന്നത് പപ്പയാണ് വീട്ടിലെ ഏറ്റവും ബെസ്റ്റ് കുക്ക്. മാത്രമല്ല ഈ നളപാചകം എന്നൊക്കെ പറഞ്ഞ ടൈറ്റിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു കുക്ക് തന്നെയായിരിക്കണം. അപ്പൊ പപ്പയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ലൈക്ക് ഉണ്ടാക്കുന്ന ഫുഡ് ഏതാണ്, ആ ഒരു കംഫർട്ട് ഫുഡ്? പപ്പയ്ക്ക് കഴിക്കുന്നതിനേക്കാളും മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. നാടൻ എല്ലാം പപ്പയ്ക്ക് ഇഷ്ടം. എപ്പോഴും പപ്പ കൂടുതൽ നാടൻ ഇതിന്റെ ആളാണ്. പക്ഷെ നമ്മൾ ഈ കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സ്നേഹത്തോടെ എല്ലാവരും കുക്ക് ചെയ്യുക അല്ലേ, മിക്കവരും കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവർ. പക്ഷെ ഇത്രയും സ്നേഹവും കെയറും കൊണ്ട് കുക്ക് ചെയ്യുന്ന ഒരാളെ പപ്പയാണ്. കാരണം ആ അരിയുന്ന ഓരോ അതിന്റെ സിമെട്രി വരെ പപ്പയ്ക്ക് ഇമ്പോർട്ടൻ്റാണ്. അപ്പം ഒരു വട്ടം പപ്പ ബിരിയാണിക്ക് എന്തോ ഉണ്ടാക്കുമായിരുന്നു. അപ്പം നമ്മൾ ഓണിയൻ ഫ്രൈ ചെയ്യുമല്ലോ. അപ്പം പപ്പ പള്ളിയിൽ പോയപ്പോൾ ഞാൻ ഓർത്ത് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി അരിഞ്ഞ് വെച്ചു. പപ്പ തിരിച്ചു വന്നപ്പോൾ അപ്പോൾ ചിലതിന് വീതി കൂടി അരിഞ്ഞു, ചിലതിന് വീതി കുറച്ച് അരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പപ്പ അത് ഫുൾ മാറ്റി വെച്ചിട്ട് പപ്പ വീണ്ടും ആദ്യം തൊട്ട് പപ്പ അതുപോലെ കഴിക്കുന്നവർ അറിയുന്നില്ല അതിന്റെ കെയർ. ഇപ്പം അതിനെ ഹാൻഡിൽ ചെയ്യുന്നതും. പിന്നെ പപ്പ പ്രാർത്ഥിക്കും എപ്പോഴും. മമ്മിയും പ്രാർത്ഥിക്കാറുണ്ട് എന്ത് ഡിഷ് ഉണ്ടാക്കുമ്പോഴും. അപ്പം ഇതൊക്കെ ഞാൻ പറയാൻ കാര്യം, ഞാൻ കുക്കിംഗ് കൂടുതലും ഞാൻ പഠിച്ചിരിക്കുന്ന പപ്പയുടെ അടുത്തുനിന്ന്. അപ്പം പപ്പ അടുത്ത് ഞാൻ ചെയ്യിപ്പിക്കാറില്ലായിരുന്നു. പപ്പ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ വന്ന് നിൽക്കാൻ പറയും. ഞാൻ പപ്പ അടുത്ത് വർത്താനം പറയും, ഇങ്ങനെ നിൽക്കും. എനിക്ക് ഇഷ്ടം പപ്പയുടെ വർത്താനം പറഞ്ഞ് നിൽക്കാൻ. അപ്പോൾ പപ്പ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചെയ്ത് കാണുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ അതിനെല്ലാം ഇങ്ങനെ ആൻസറൊക്കെ പറയും. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഇപ്പം അതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ. പക്ഷെ അത്രയും കെയർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ കെയർ ചെയ്താൽ പപ്പ ഓരോരുത്തരും മനസ്സിലാക്കി. ഇപ്പം 5 പേരുണ്ടെങ്കിൽ അവരുടെ എല്ലാം ഇത് മനസ്സിലാക്കിയ രീതിയിൽ പപ്പ എന്തെങ്കിലും ചെയ്യാൻ കയറിയ ആ സമയത്ത് അങ്ങനെ പപ്പ ചെയ്യുക. പിന്നെ ചൂടോടെ സെർവ് ചെയ്യണം. അപ്പോൾ അതിന് വരെ ലാസ്റ്റ് മിനിറ്റ് വരെ പപ്പ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഒരാൾ വന്നിരുന്ന് അങ്ങനെ അത്രയും നന്നായിട്ട് അയ്യോ ഭയങ്കര ഹാപ്പിയാണ് പപ്പയ്ക്ക്. എന്നിട്ട് കഴിച്ചെന്ന് അവർ നന്നായിട്ടൊന്ന് കഴിച്ച് ആ പ്ലേറ്റ് ഒന്ന് കാലിയായാലോ ഹാപ്പി. അങ്ങനെ ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ബ്ലെസ്ഡ്. അതുകൊണ്ട് പപ്പ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങള് ചെറുപ്പത്തിലൊക്കെ കുട്ടികളൊക്കെ പിന്നെ പഠിച്ചുകൊണ്ട സമയത്ത് ഞാൻ സിനിമയിൽ ബിസി ആയിരിക്കേണ്ട സമയത്തും പപ്പ കാര്യങ്ങൾ അതുകൊണ്ട് ഫുഡിന്റെ വിഷമങ്ങളൊന്നും പിള്ളേരെ അറിഞ്ഞിട്ടില്ല. അതെ, ഫുഡ് ഞങ്ങളെ കൊണ്ടുപോയി എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യും. പുറത്തു കൊണ്ടുപോയി പല കുസീൻസും. ആ സമയത്തൊക്കെ കുഞ്ഞിലെയൊക്കെ ചൈനീസും അന്നുണ്ടായിരുന്ന എല്ലാ കുസീൻസും പപ്പായ കൊണ്ട് ഞങ്ങളെ ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നതും അങ്ങനത്തെ ഭയങ്കര കെയറിങ് ആണ്. ഞങ്ങൾ കുഞ്ഞിലെ ഞങ്ങൾ അങ്ങനെ വീട്ടിലുണ്ടായിരുന്നപ്പോഴും എല്ലാം പപ്പയായിരുന്നു. ഞങ്ങൾക്ക് മമ്മി വർക്കിലാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ കുക്ക് ചെയ്ത് പപ്പ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഈ കെയറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തേ, പപ്പ ഒരു ദിവസം ഈ ഉപ്പുമാവിൻ്റെ ഇതുണ്ടാക്കും. അപ്പോൾ എനിക്ക് ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാണ്. സിമ്പിളാണ് പക്ഷെ ഭയങ്കര ഇഷ്ടമായി. ഹോസ്റ്റലിൽ കഴിച്ചായിരിക്കും ഉപ്പുമാവിനോടൊരു ഇഷ്ടം വന്ന്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ പഠിക്കാൻ പോകുമ്പോൾ എനിക്കിത് എത്ര ചെയ്തിട്ട് ആദ്യം ശരിയാവുന്നില്ല ഉപ്പുമാവ്. അപ്പോൾ ഞാൻ പറഞ്ഞു പപ്പ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ട് ഭയങ്കര രസം. അതിൻ്റെ ടെക്സ്ചർ, പപ്പയ്ക്ക് ടെക്സ്ചർ, സ്മെൽ, പ്രസൻറ്റേഷൻ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ്. അപ്പം നമ്മളതുകൊണ്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കുമ്പോഴും ആൾക്കാർ ഭയങ്കര സന്തോഷം, ഇത്രയും നല്ല ഫുഡ്. കാരണം പപ്പയിൽ നിന്ന് അങ്ങനെ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം പപ്പ എനിക്ക് പറഞ്ഞാൽ ഉപ്പുമാവിന് 3 വേവാ. അപ്പം ഞാൻ വെച്ചാൽ 3 വേവോ അതെങ്ങനെ? അത് റവ വറക്കുമ്പം ഒരു വേവ്, നമ്മൾ കുക്ക് ചെയ്യുമ്പം രണ്ടാമത് അതിനൊരു വേവ്, അത് മൂടി അടച്ചു വെച്ചിരിക്കുമ്പോൾ ആവിയിൽ അതിനൊരു വേവ്. അപ്പം ഇങ്ങനെയൊക്കെ ഇത്രയും ഇൻഡെപ്ത് പരിപാടിയും തിങ്കിങ് ഇതിന്റെ പുറകിലുണ്ടെന്നൊക്കെ ഉള്ളത് നമ്മൾ ഉപ്പുമാവ് സിമ്പിളായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും സിമ്പിളായിട്ട് ഈസിയാന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് നമ്മൾ ഇത് എന്തും ഉണ്ടാക്കാം. പക്ഷെ നല്ല കറക്റ്റ് പാകത്തിന് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് അത്രയ്ക്കും എളുപ്പമല്ലല്ലോ. എന്താണേലും ചിലർക്ക് നല്ല നാക്കാ അത് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ മമ്മി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റാണ് മമ്മി. ഭയങ്കര ഫാസ്റ്റാണ് മമ്മി. ഇപ്പം അടുക്കളയിലോട്ട് മമ്മി കയറി കഴിഞ്ഞാൽ 20 മിനിറ്റ് മതി മമ്മിക്ക് 4-5 സാധനമൊക്കെ മമ്മി റെഡിയാക്കി. ഞങ്ങളൊക്കെ ഇതെങ്ങനെയാ മമ്മി അതുപോലെ ഫാസ്റ്റാണ്. ഞാൻ പ്ലാൻ ചെയ്ത് എനിക്ക് പ്ലാനിങ്ങാണ്. നമുക്ക് ജീവിതത്തിൽ നമുക്ക് വേണ്ടത് അതാ, ലൈഫിലെല്ലാം വേണ്ടത് പ്ലാനിങ് നമ്മൾ ചെയ്യണം. എന്തും കുക്കിംഗ് മാത്രമല്ല എന്തും. നമുക്കിപ്പം ഇന്നൊരു നാളെ ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂവിന് പോകണമെങ്കിൽ തലേദിവസം നമ്മൾ സാരി ഏതാ ഉടുക്കണ്ടേ അതെല്ലാം ഒന്ന് ഏതൊക്കെ അല്ലെ എടുത്ത് വെച്ചിട്ട് നമ്മളൊന്ന് മൈൻഡിൽ അത് ശ്രദ്ധിച്ച് വെക്കുക. കിടക്കാൻ നേരത്തെ ചെല്ലുമ്പോൾ നമ്മളതെല്ലാം എടുത്ത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് പ്ലാൻ ചെയ്ത് വെക്കുക. അപ്പോൾ നേരം വിളക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയായിട്ട് പോരാൻ പറ്റും. രാവിലെ ആണെങ്കിൽ നമ്മളിതെല്ലാം വാരി വലിച്ച് എല്ലാം നമുക്ക് ഇടേണ്ടി വരും. അപ്പം ഇത് കുക്കിംഗ് ആണെങ്കിലും അതെ. ഇപ്പം ഞാനൊരു 12 മണി വരെ ഒന്നും ചെയ്യാതെ ഞാൻ കുത്തിപ്പിടിച്ചോടെ ഇരിക്കും. ഫിഷൊക്കെ എടുത്തിട്ടൊക്കെ നിൽക്കും. എനിക്കൊരു പ്ലാനിങ് ഉണ്ട്. ആ പ്ലാനിങ് ഞാൻ എല്ലാം സെറ്റ് ചെയ്യും.
സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാനൊരു കയറിയിട്ട് ഞാൻ എൻ്റെ 2-3 ഐറ്റം ഞാൻ പെട്ടെന്ന് ടക്കടക്കടയെന്നും പറഞ്ഞ് ഞാനത് എടുത്ത്. എനിക്ക് ഒത്തിരി നേരം കിച്ചണിൽ നിൽക്കാനും ഇഷ്ടമല്ല. എനിക്കെല്ലാം ചെയ്ത് പെട്ടെന്ന് ഇറങ്ങി സെറ്റാക്കി വെച്ചിട്ട് എനിക്ക് അവിടെ നിന്ന് പോരണം. പ്രോപ്പർ ടൈമിംഗ് ആണ്. സെറ്റ് ചെയ്തിട്ട് എല്ലാം എനിക്ക് എല്ലാം ഇപ്പം ഫിഷ് കറി വെക്കണമെങ്കിൽ എത്ര സമയം വേണ്ടി വരും, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ബീഫാണോ ചിക്കനാണോ താറാവാണോ വെക്കണം അതിന് എത്ര സമയം വേണ്ടി വരും, അതിനെന്തൊക്കെ വേണ്ടി വരും, അതിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് എല്ലാം അടുപ്പിച്ചെല്ലാം വെച്ചിട്ട് ഞാൻ നിന്ന് കറക്റ്റായിട്ട് പിള്ളേരിപ്പം ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ എല്ലാം ഉണ്ടാക്കി എല്ലാം ഞാൻ ഫ്രീസ് ചെയ്യും. ഞാൻ അപ്പം എനിക്ക് വരുമ്പോൾ കുക്ക് ചെയ്യാൻ കയറിയപ്പോൾ എനിക്ക് പിള്ളേരോട് ആകെ വരുന്ന 1 മാസത്തേക്കാണ്. അപ്പം ഞാൻ കുക്കിങ്ങിന് ആളിപ്പോൾ കയറിയത് ഇതുങ്ങളെ സംസാരിക്കാനും പിടിക്കാനും ഇവർ വരുന്ന ഇപ്പം ഒന്നാമത് ഇവർ വന്നു കഴിഞ്ഞാൽ എല്ലാം പുറത്തോട്ട് പോക്കാം. വന്നു കഴിഞ്ഞാൽ കുറച്ച് പുറത്തോട്ട് വന്നു സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ പോകണമല്ലോ. അപ്പോൾ ഞാൻ ഉള്ള സമയം സംസാരിക്കണമെങ്കിൽ എനിക്ക് സ്പെൻഡ് ചെയ്യണമല്ലോ. അപ്പം ഞാൻ ഇവർ വരുന്നറിഞ്ഞ ഉടനെ ഞാൻ ഈ പറയുന്ന കാബേജ് ബീൻസ് എല്ലാം അരിഞ്ഞ് ഞാൻ ഫ്രീസ് കയറ്റി വെക്കും. ആ ഐറ്റം റെഡിയായി. ഈസിയാണല്ലോ. ഇതേ തേങ്ങ ആയാലും ചിരണ്ടി അത് കുറച്ച് കാര്യങ്ങൾ അതും ഫ്രീസ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ നമുക്കതൊരു എളുപ്പമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഉള്ളിയാണെങ്കിലും സവോള പൊളിച്ച് വെക്കാറില്ല. ഉള്ളി വെളുത്തുള്ളിയും അത്യാവശ്യം ഞാൻ അതിൻ്റെ ആ മെഷീനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അതിൻ്റെയൊക്കെ മെഷീനുണ്ട്. പെട്ടെന്ന് നമുക്ക് പണി തീർക്കാൻ പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ഫാസ്റ്റാണ്. അതുപോലെ കറികളെല്ലാം ഞാൻ വെച്ച് വയ്ക്കും. ഇപ്പം ബീഫായാലും എല്ലാം ചെയ്തിട്ട് ഞാൻ ഫ്രീസ് ചെയ്ത് വെക്കും. കുറച്ചുകൂടെ നമുക്കെല്ലാം അതുകൊണ്ടല്ലേ ഞങ്ങൾ വരുമ്പം നമ്മൾ ഈ ഒത്തിരി പുറത്ത് പോയി നമ്മൾ കഴിക്കും, പല റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ട്രൈ ചെയ്ത് പോയി കഴിക്കുമല്ലോ. അപ്പം എവിടെ പോയാലും എൻ്റെ ഹസ്ബൻഡിന് സാറ്റിസ്ഫൈഡ് അല്ല. ഞങ്ങൾ എല്ലാവരും പോയാലും, കാരണം അത്രയും ടേസ്റ്റ് ആയിട്ട് വീട്ടിൽ കിട്ടുന്നതുകൊണ്ട്. പുറത്ത് പോകുമ്പോൾ നല്ലതാണ് അവിടുത്തെ ഫുഡ് പലയിടത്തെയും, പക്ഷെ എന്നാലും വീട്ടിൽ അത്രയും നല്ല രുചി. ഇതാണോ ഇവര് പറയുന്നത്? അവർക്ക് നല്ലതാണ്, പക്ഷെ നമ്മൾ വീട്ടിൽ കഴിച്ചേ നമുക്കതൊരു ശീലമായി. ഇപ്പം ഇവള് മാത്രമല്ല, പിങ്കി അസാധ്യമായിട്ട് കുക്ക് ചെയ്യും, കേക്ക് അവള് ചെയ്യുന്നുണ്ട്. എൻ്റെ മകൻ ഈ പ്രാവശ്യം വന്നിട്ട് എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. ബാർബിക്യൂഒക്കെ ഉണ്ടാക്കി, നല്ല കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തകർത്തവൻ. അപ്പൊ എന്റെ മകൻ ദോശയും ബാർബിക്യൂ, അതായത് അവിടെ വെസ്റ്റേണും ചെയ്തു ഇവിടത്തെയും ചെയ്തു ഒരുമിച്ച്. കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു ഇന്ന് അവൻ ഷോ റൺ ചെയ്യുന്നത്, പപ്പയും മമ്മിയും ഇരിക്കുന്നു പറഞ്ഞിട്ട് അവരായിരുന്നു ഒരു സാധനം ഉണ്ടാക്കാൻ അവരുടെ അവനുണ്ടാക്കി. അതുകൊണ്ട് ആരും മോശക്കാരല്ല ഇപ്പൊ എല്ലാം മൊത്തം ഇപ്പൊ ഒരു ഫാമിലി മൊത്തം മത്സരമാണ്. എല്ലാവരും കണ്ടാലും അറിയാമല്ലോ. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന വീട്ടിലാണ്. ഇവിടെ വന്ന് 1 വീക്ക് നിന്നാ മതി മമ്മിയുടെ അടുത്ത്. ലൈഫില് ഞാൻ ഇന്ന് വരെ ജീവിതത്തിൽ ഭക്ഷണത്തെ ഞാൻ ലുപ്തി ചെയ്തിട്ടില്ല. ഭക്ഷണം മേടിച്ചു കൊടുക്കാതെ അല്ലെ ഭക്ഷണം വെക്കാതെ ഒന്നും ഞാൻ സമ്പാദിച്ചിട്ടില്ല. ഞാൻ ലാവിഷ് മീൻസ് എല്ലാ സാധനവും വാങ്ങിച്ച് കറി വെച്ച് കൊടുത്തു. കാരണം വെച്ചാൽ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് എവിടെ പോയി ജോലി ചെയ്താലും നന്നായിട്ട്. അതെൻ്റെ ജെയിംസിൻ്റെ അച്ഛനുണ്ട്, ചാച്ചൻ കോട്ടയത്ത് ഹെഡ് മാസ്റ്ററായിരുന്നു. ഇപ്പം പെൻഷൻ പറ്റി. മമ്മിയും ടീച്ചറായിരുന്നു, ജെയിംസിൻ്റെ മമ്മി. ആവശ്യം പറയും എവിടെ പോയാലും ഞാൻ പിള്ളേരോട് യൂത്ത് പിള്ളേരോട് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല പ്രായത്തിൽ നിങ്ങൾ നല്ലതായിട്ട് ഫുഡ് കഴിക്കുക, നല്ല ഫുഡ് കഴിക്കുക, നല്ല ഡ്രസ്സ് ധരിക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഫുഡ് കഴിക്കാൻ മേലാത്ത അവസ്ഥയാവും. കഴിക്കേണ്ട പ്രായത്തിൽ കഴിക്കണ്ടേ? അപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ഫുഡാണ്. ഇപ്പോൾ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കുക, അതൊക്കെ അങ്ങനെയൊക്കെ. ഞാൻ ഒരിക്കലും ഭക്ഷണത്തെ ഇങ്ങനെ എനിക്ക് എല്ലാവരും ഈ ലുപ്തി ചെന്ന് എനിക്ക് ഇഷ്ടമല്ല. എനിക്കത് ഒരുപാട് ഉണ്ടാക്കുകയും ചെയ്യും, ലൈക്ക് ഒത്തിരി ക്വാണ്ടിറ്റി ആകും. ഞാൻ അവർക്ക് തൃപ്തിയാകുന്ന അവർക്ക് ഇനി ഇച്ചിരി കഴിക്കണമെന്ന് തോന്നിയാൽ വിചാരിച്ച് ചിലപ്പോൾ മിച്ചം വന്നാലും കുഴപ്പമില്ല വിചാരിച്ചാൽ അങ്ങനെ ഉണ്ടാക്കുള്ളൂ. അത് എന്നെ കണ്ടറിയാൻ പാടില്ല. ഡയറ്റോ അങ്ങനെ വാക്കുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ വാക്കുണ്ടോ? എന്റെ അർത്ഥം ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഡയറ്റ് എനിക്കിഷ്ടമല്ല. ആ വാക്ക് എനിക്കിഷ്ടമല്ല. മമ്മിയുടെ കുക്കിംഗ് പറഞ്ഞപ്പോൾ മമ്മിയുടെ ഒരു ക്വാളിറ്റി കണ്ടിരിക്കുന്നത്, നമ്മൾ ചില ഡിഷ് ഉണ്ടാക്കുമ്പം എല്ലാ സമയം ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ നന്നായി വരത്തില്ല. ഇപ്പൊ ഇന്ന് മീൻകറി ഉണ്ടാക്കി നന്നായി വന്നു, നെക്സ്റ്റ് വീക്ക് അത്ര അങ്ങ് ശരിയായി. പക്ഷെ മമ്മി ഉണ്ടാക്കുന്ന ചില സാധനങ്ങളുണ്ട്, മമ്മിയുടെ അത് വീട്ടിലാണെങ്കിൽ മമ്മി ഉണ്ടാക്കുള്ളൂ. പപ്പ ഉണ്ടാക്കുന്ന ചില സാധനങ്ങളുണ്ട്, പപ്പ ഉണ്ടാക്കും അങ്ങനെ. പക്ഷെ മമ്മി എപ്പോൾ ഉണ്ടാക്കിയാലും അത് ഒരുപോലെ ടേസ്റ്റാണ്. അത് എന്ത് ചെയ്താലും എപ്പോൾ ചെയ്താലും. ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ ഇവിടെ കൈപ്പുണ്യത്തേക്ക് നല്ല ദൈവത്തിന്റെ ബ്ലെസ്സിങ്. ആ സമയത്ത് ദൈവം തന്നെ. ഞാൻ ഈ മനക്കണക്കെന്ന് ഉദ്ദേശം എന്താണെന്നറിയോ? ഇപ്പൊ ഒരു സ്പൂൺ ഇന്നെടുക്കുന്ന സ്പൂൺ നാളെ എടുത്ത് മാറിപ്പോയ അളവ് മാറി.
അതൊരു മനക്കടക്കും കൂടിയല്ലേ? അല്ല എനിക്ക് അല്ല, ഞാൻ ഇങ്ങനെ ഈ പരിപാടിയാ കോരിയിടുക. ഈ പരിപാടി ഇപ്പം ഞാൻ പറ്റിയൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ സ്പൂൺ എനിക്ക് എൻ്റെ കയ്യിൽ വാരുന്നത് അത് കറക്റ്റാണ് കിട്ടുന്നത് കറക്റ്റായിട്ട്. മമ്മിയോട് നമുക്ക് എത്ര സ്പൂൺ അങ്ങനെ ചോദിച്ചാൽ പാടാ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് വിളിക്കുമ്പോൾ ഈ ഡിഷ് എങ്ങനെയാ മമ്മി ഉണ്ടാക്കുന്നത് മമ്മിയുടെ എന്ന് പറയുമ്പോൾ എന്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പില്ലേടി പോയി നോക്കി പഠിക്കും. യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു എനിക്ക്. പറഞ്ഞു തരാൻ മമ്മിക്ക് ക്വാണ്ടിറ്റി അങ്ങനെ മമ്മിക്ക് വശമില്ല, എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെടുത്തേക്കുന്നത് എന്തുമാത്രം ക്വാണ്ടിറ്റി ആണെന്ന് അറിയുമോ എനിക്ക്. ഇവർ ഇപ്പോൾ 1 കിലോ താറാവ് അല്ലെ 2 കിലോ താറാവ് എന്ന് പറയുമ്പോൾ ഈ 1 കിലോ താറാവിൻ്റെ 1 സ്പൂൺ 2 സ്പൂൺ എന്ന് പറഞ്ഞ കണക്കല്ല 2 കിലോ താറാവിന് വേണ്ടത്. അത് എന്നൊക്കെ ഇരട്ടി സാധനങ്ങൾ വേണം. ഇട്ട് നോക്കുമ്പോഴേ നമുക്കറിയൂ പിന്നെ എക്സ്ട്രാ വേണമെന്നുള്ളത്. അത് എല്ലാവരും ഓരോ ഇത് കാണിക്കുമ്പോൾ അത്രയൊന്നും പോരുന്നേ അതിനൊന്നും. അത് നന്നായിട്ട് കുക്ക് ചെയ്യുമ്പോൾ അത് അതിനനുസരിച്ച് നല്ല സാധനങ്ങൾ തന്നെ ചേരണം. പിന്നെ എങ്ങനെയാണ് ഈ പൊന്നമ്മാസ് കലവറ വരാൻ കാരണം ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് വീട് നമ്മൾ ലോക്കായി പോയില്ലേ, സിനിമയില്ല, പുറത്തിറങ്ങാൻ മേല, ആകെ മൊത്തം ഒരു പിപ്പിരിപ്പ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി കിടന്ന് നമുക്ക് ഒന്നും ചെയ്യാത്തോണ്ട് രാവിലെ എഴുന്നേക്കുക, കഴിക്കുക, ഇപ്പം TV കാണുക, ഉറങ്ങുക, ഇത് തന്നെ കുറേ നാളായിട്ട്. അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ അയ്യോ ഇതിങ്ങനെ എങ്ങനെ ശരിയാവും, എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ ഇത്. അങ്ങനെ ആലോചിച്ചപ്പോൾ ഓർത്തു നീ കുക്കിംഗ് ആയിട്ടുള്ള ഒന്നാണ് തുടങ്ങാമെന്ന്. അപ്പോൾ എൻ്റെ ഫ്രണ്ടുണ്ട് സാറ, ഞാൻ സാറയായിട്ട് ഡിസ്കസ് ചെയ്തു. ഭയങ്കര പോസിറ്റീവ് ആയിട്ട് എന്ത് പറഞ്ഞാലും നോ എന്ന് പറയത്തില്ല. തുടങ്ങു പൊന്നു, നല്ലതാ പൊന്നു, തുടങ്ങു പൊന്നു എന്ന് പറയും. സാറ് പറഞ്ഞു പൊന്നമ്മാസ് കലവറ. സാറിട്ട പേരാ പൊന്നമ്മാസ് കലവറ. അങ്ങനെ ഓൺലൈനിൽ തുടങ്ങി. നന്നായിട്ട് പോയായിരുന്നു, നല്ലതായിട്ട് പോയി. പിന്നെ ഞാൻ തിരക്ക് വന്നിട്ട് എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. തുടങ്ങണം വീണ്ടും. അത് ഞാനിങ്ങനെ പെൻഡിങ് ഓൺലൈൻ സ്വിഗ്ഗി സൊമാറ്റോ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓൺലൈൻ സ്വിഗ്ഗി സൊമാറ്റോ നന്നായിട്ട് പോയി. പിന്നെ അത് ഷൂട്ട് തിരക്ക് വന്നതിൻ്റെ പേരിൽ പിന്നെ അതങ്ങോട്ട് ഞാൻ ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ വേണം അവിടെ. കാണണം ഉണ്ടാക്കുന്നതൊക്കെ ആരുണ്ടാക്കിയാലും നിന്നാലും എനിക്ക് എനിക്ക് നോക്കണം, എനിക്ക് ടേസ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ എനിക്കത് തൃപ്തി വേണം. പ്രേക്ഷകരിലോട്ട് ഞാൻ കൊടുക്കുന്നതല്ലേ. പിന്നെ ഞാൻ വേറെ 1-2 കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഒരു മസാല ചെയ്താലൊന്നും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അത് പിന്നെ അതിൻ്റെ നടപടികൾ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. കൂട്ട് വെച്ചിട്ട് മമ്മി അങ്ങനെ ഒന്നും ഈ കൂട്ടായിട്ട് മേടിച്ച് വളരെ കുറവാ. ഈ മിക്സ് ചെയ്തിട്ട് മമ്മിയുടെ കൂട്ടായിട്ടായിരുന്നു. ഞാൻ ഒരിക്കലും പുറത്തെ കൂട്ട് വാങ്ങിച്ചിടാറില്ല. ഞാൻ എൻ്റെ കൂട്ടാണ് എടുക്കുക. എൻ്റെ മല്ലിപ്പൊടി ഇപ്പം ഇറച്ചിക്കൂട്ടാണെങ്കിൽ എൻ്റെ ഇറച്ചിക്കൂട്ടായിരിക്കും, മീനാണെങ്കിൽ എൻ്റെ മീനിൻ്റെ മസാലയായിരിക്കും, എൻ്റെ സാമ്പാറാണെങ്കിൽ എൻ്റെ സാമ്പാറിൻ്റെ പൊടിയായിരിക്കും ഞാൻ ചേർക്കുക. കണ്ടോ, ഇതുകൊണ്ടാണ് നമ്മളിനി എങ്ങനെ ഉണ്ടാക്കിയാലും ആ ടേസ്റ്റ് കിട്ടാത്തത്. പക്ഷെ അത് അങ്ങനെ ഇരിക്കുന്ന അതിന്റെ സുഖം. അതെ, മനസ്സിലായി. അതിനൊരു കോപ്പി ഇല്ലാത്തല്ലേ നല്ലത്. അപ്പോഴല്ലേ അതിനൊരു വാല്യൂ ഉള്ളത്. നമുക്ക് എപ്പോഴും അത് സ്പെഷ്യൽ ഉണ്ടല്ലോ എന്നുള്ളത്. എന്തെങ്കിലും ദിവസം കഴിക്കാൻ എനിക്കും പറ്റട്ടെ. എനിക്കൊരു കപ്പയും മീൻകറിയാ, അത് മാത്രം മതി. എന്നാ പോരെ, വാ കൂടെ പോരെ, ഇപ്പൊ തന്നെ പോരെ. പോകുന്ന വഴിക്ക് കപ്പയും മീനും മേടിച്ചോണ്ട് പോയി ടകടകന്ന് വെച്ച് തരാം. അതെന്തായാലും ഞാൻ ഇതൊന്നും എടുക്കരുത്. ഓക്കെ, അപ്പൊ ഇനി ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് എനിക്കുള്ളത്. ചേച്ചി ഒരുപാട് ആൾക്കാരുടെ കൂടെ ആക്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും. ഏറ്റവും അടിപൊളിയുള്ള ഫുഡി ആരാണ് ഈ അഭിനയിച്ചവരുടെ കൂട്ടത്തിൽ? മിക്കരും തന്നെ ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്നവരാ. അതിൽ ഭയങ്കരമായിട്ട് ഫുഡി, അതായത് എന്ത് കിട്ടിയാലും കഴിക്കണം, ടേസ്റ്റ് ചെയ്യണം, അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. മണിയമ്പിള്ള രാജുചേട്ടനാണ് ഫുഡിൻ്റെ ഒരാളാണ്. പിന്നെ ലാൽ സാറിന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ലാൽ സാർ, മോഹൻലാൽ സാറും ഫുഡ് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുന്നയാളാണ്. മമ്മൂക്ക കുറച്ച് പുറകോട്ടാണ്. നമുക്ക് എല്ലാം കഴിക്കില്ല. നമുക്ക് വിരളമായിട്ടുള്ള കാര്യം നമുക്ക് എൻ്റെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഞാൻ ചെമ്മീനൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് കഴിക്കുന്നത് ഇഷ്ടമുള്ള എന്താണെന്ന് അറിഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് മമ്മൂക്കൊക്കെ അത് ചെയ്തുകൊണ്ടേ ഞാൻ കൊടുത്തിട്ടുണ്ട്. സൂപ്പറാന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് മമ്മൂക്ക. ലാലേട്ടന് ഞാൻ പലപ്പോഴും ഞാൻ ഫുഡ് ഡക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ലാലേട്ടനും എൻ്റെ ഫുഡ് ഇഷ്ടപ്പെട്ട് ഭയങ്കര അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മരിക്കുന്നതിന് മുമ്പ് രാജംബി ദേവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മുടെ ഫുഡിനെ പറ്റിയിട്ട്. ഇച്ചിരി കൊണ്ടത്താടി പറ്റൂ എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു ഞാൻ എപ്പോഴും. അങ്ങനെ സിനിമയിൽ അങ്ങനെ കുറേ ആൾക്കാർ. മണിയമ്പരാജനാണ് ഫുഡിൻ്റെ കാര്യം എവിടെ കണ്ടാലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത് ഫുഡിൻ്റെ ആളാണ് മണിയമ്പരാജ ചേട്ടൻ്റെ. ലാലേട്ടൻ പിന്നെ ഇടയ്ക്ക് ഓരോ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറഞ്ഞ ചില വീഡിയോസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തീർച്ചയായും ലാൽ സാർ അത് ഇഷ്ടമാണ്. കുക്കിങ്ങും ഇഷ്ടമാണ്. നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഐറ്റംസൊക്കെ കഴിക്കാനും ലാൽ സാറിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ സിനിമ രംഗത്തുള്ള ആൾക്കാരിൽ പറഞ്ഞ ഇപ്പം ആണുങ്ങളാളെ എടുത്ത് പറയാനാണെങ്കിൽ ഇപ്പം സുരേഷ് കൃഷ്ണ,
ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് സുരേഷ് കൃഷ്ണ. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഫുഡ് ബാബുരാജ് സോൾട്ട് ആൻഡ് പെപ്പറിൽ വന്നിട്ട് ഒരു സ്റ്റീരിയോടൈപ്പേ മാറ്റിയൊരു മനുഷ്യനാണ്. പിന്നെ ടിനി എപ്പോഴും പറയും എൻ്റെ പൊന്നെ ഞാൻ എവിടെ നിന്നൊക്കെ എന്തൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ പൊന്നമ്മ ചേച്ചി കൊണ്ടുവന്ന ആ ഒരു സാമ്പാർ ഞാൻ കഴിച്ചിട്ടുണ്ട്, ഒരിടത്തും അത്രയ്ക്ക് ടേസ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത് ടിനി ടോം. അങ്ങനെ ടിനിയൊക്കെ അങ്ങനെ ഒരുമാതിരിയുള്ള ആൾക്കാർക്കൊക്കെ ഫുഡ് ഭയങ്കര നല്ല രീതിയാണെങ്കിൽ ഫുഡ് ഇഷ്ടമാണ്. അപ്പോൾ ചിലപ്പോൾ അമ്മയുടെ ഞങ്ങളുടെ ജനറൽ ബോഡി വരുമ്പം ഫുഡ് വരികയും അപ്പോൾ എല്ലാം പ്ലേറ്റുമായിട്ട് പിന്നെ ബൊഫേ ആണല്ലോ, അപ്പോൾ കഴിക്കാനെടുക്കുമ്പോൾ അല്ലേ ചേച്ചി പറയും പൊന്നു രണ്ടൊന്നിനടുത്ത് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം അത് നല്ലതെന്ന് പറയാം. ലളിത ചേച്ചി പൊന്നമ്മാവ് കറക്റ്റായിട്ട് പറയും നല്ലതാണോ പൊന്നു, ഏതാ നല്ല എടുത്തത് നല്ല എടുക്കാൻ പറയും. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ പറയും ചേച്ചി അത് നല്ലതാ അത് നല്ലതാ അതെടുത്തെന്ന് പറയും. ഞാൻ ടെസ്റ്ററായിട്ട് എന്നെ പറയും പൊന്നു ചെക്ക് ചെയ്തിട്ട് പറയാൻ പറയും ലളിത ചേച്ചി. പാവം മരിച്ചുപോയി, എന്നെ പറയുമായിരുന്നു ലളിത ചേച്ചിയെ. അങ്ങനെ പിന്നെ കുറേ പേര് ഞാൻ കലവറ തുടങ്ങിയ സമയത്ത് എനിക്ക് കുറേ സിനിമയിൽ നിന്ന് കുറേ നല്ല ഓർഡറുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഓർഡർ ലാൽ സാറാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഓർഡർ. മിക്ക ദിവസം തന്നെ പാർട്ടിയും അവിടെ അതും ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാവും. ഒരുപാട് ഓർഡറുകൾ എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് നല്ലതായിട്ട് ആ കൊറോണ സമയത്ത് എനിക്ക് ബിസിനസ് തന്നെ ആളാണ്. അപ്പൊ ഈ അഭിനയം പോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പാചകം. പാചകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് നല്ല രീതിയിൽ കൊടുക്കാൻ നമ്മളെപ്പോഴും അങ്ങനെ മനസ്സിലാക്കുന്നതെന്നറിയാമോ, നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴാണ് നമ്മൾ വിചാരിക്കും നമുക്കിത് ഇച്ചിരി നല്ല ഫുഡ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ, അതവർക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നും ഇഷ്ടമായിരിക്കുമല്ലോ എന്നൊക്കെ അപ്പോഴാണ് അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുന്നത്. നമ്മൾ കുറേ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോഴേ സത്യം പറഞ്ഞു നമ്മുടെ വീട്ടിലെ ഭക്ഷണത്തിൻ്റെ ഒക്കെ രുചി അതെ ഇടയ്ക്ക് നമ്മൾ ഭയങ്കരമായിട്ട് എനിക്ക് കണ്ണൊക്കെ ചെല്ലത്ത് വെള്ളം വരും. അയ്യോ ഇന്നേരത്ത് പണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചാൽ പല ഭക്ഷണവും ഇപ്പം കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു കുറ്റബോധം ഉണ്ടാവും. പക്ഷേ മോളെ ഒരു കാര്യം കേട്ടോ, കാലം മാറി. ഇപ്പം പണ്ടത്തെ പോലെ ഹോട്ടലുകളും ഒന്നും അല്ല, എല്ലാം കുറേ വീട്ടമ്മമാരൊക്കെ ഇപ്പോൾ ഓൺലൈൻ ചെയ്യുന്നുണ്ട്. ഫുഡ് നല്ല ഫുഡുകളൊക്കെ എല്ലായിടത്തും കിട്ടിത്തുടങ്ങി. പിന്നെ മസാലകൾ അതുപോലെ തന്നെ പല പല കാര്യങ്ങളൊക്കെ പല വീട്ടമ്മമാരും ചെയ്യുന്നുണ്ട്. നല്ല നല്ല പിന്നെ അച്ചാറുകൾ എല്ലാ വീട്ടമ്മമാരും കുറേ പണ്ടൊക്കെ ഓരോ കമ്പനിക്കാരായിരുന്നു അച്ചാറും കൊണ്ട് ഇറങ്ങുന്നത്. അന്ന് മാറി ഇന്ന് വീട്ടമ്മമാർക്ക് ഒരുപാട് നല്ല ഈ സോഷ്യൽ മീഡിയ വന്നപ്പം അവർക്കൊക്കെ ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആയി. അവർക്ക് ഇഷ്ടം പോലെ എന്താ പറയുക സെയിൽ ചെയ്യാൻ എന്ത് വേണം, മാല സെയിൽ ചെയ്യണോ, പിന്നെ കമ്മൽ സെയിൽ ചെയ്യണോ, ഡ്രസ്സ് സെയിൽ ചെയ്യണോ, നമ്മുടെ കയ്യിൽ എന്തുണ്ട് നമുക്ക് എന്തും നമുക്ക് വേറെ ആരും വേണ്ട. ഓരോരുത്തർക്കും ഓരോ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉണ്ട്. അതിനകത്ത് എന്തെങ്കിലും അവരുടേതായിട്ട് അവരിടുന്നു. ഇഷ്ടപ്പെട്ട അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതിനെനിക്ക് എല്ലാവരോടും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കതൊക്കെ കാണുന്നത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക. നാളെ ഞാനും വരും, അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അത് കൂടെ പറയണമല്ലോ. അല്ല എനിക്കിഷ്ടമാണ്. കാരണം അമ്മമാരെ ഇങ്ങനെ അവർക്ക് ഓർഡർ വരുമല്ലേ, അപ്പോൾ അവർക്കും ഒരു സപ്പോർട്ടല്ലേ ചെയ്യുക. പക്ഷെ നേരിട്ട് മേടിക്കുന്നതുകൊണ്ട് ഒരിക്കലും കള്ളം ചെല്ലില്ല, കള്ളത്തരം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു അച്ചാറാണെങ്കിലും അവർ ഓർഡർ ഇട്ട് നേരിട്ട് ചെന്ന് മേടിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ വിളിച്ച് പറയാമല്ലോ. ആ സമയത്ത് ഒരു കടയിൽ നിന്ന് ഒരു സാധനം മേടിച്ചിട്ട് പോയിട്ട് നമുക്ക് വിളിച്ച് ആരോടെങ്കിലും പറയാമോ? ഒരു ഓപ്ഷൻ ഇല്ലാത്തൊരവസ്ഥ. നമ്മൾ തന്നെ ഇരുന്ന് ആരോട് പറയാനാ എന്നല്ലേ പറയുള്ളൂ. ഇതിപ്പോൾ അതല്ല, നമുക്ക് ആരോട് പറയാം. ഒരുപാടുണ്ട്. നമ്മൾ ഏതാ നല്ലതെന്ന് നമുക്ക് കണ്ടെത്തി എത്താനുള്ള ഒരു ഇതാ വേർഡ് ഓഫ് മൗത്തിലാണല്ലോ നമ്മൾ കൂടുതലും അറിയുന്നത്. ചില ആൾക്കാർ പറയും ഇന്ന ആൾ നല്ല സാധനം കേട്ടോ നമ്മൾ, അപ്പം നമുക്ക് പക്ഷെ അങ്ങോട്ട് എത്തിപ്പെടണമല്ലോ ഓരോന്നിലും. നമ്മൾ അമ്മ പറയുന്നത് ഒരുപാടുണ്ട്. കറക്റ്റ് ഇപ്പോൾ ഒത്തിരി നല്ല സാധനങ്ങൾ പ്രേക്ഷകർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും എത്തുന്നുണ്ട്. കാരണം അവനവർ തന്നെ ഉണ്ടാക്കി പുറത്തോട്ട് പോകുമ്പോൾ നല്ലതായിട്ടാണ്. പണ്ടെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് എവിടെയെങ്കിലുമൊക്കെ ആൾക്കാർ കൊണ്ടുവന്ന് കാരാണ്ട് കഴിഞ്ഞ ദിവസം എവിടെയോ കണ്ടതാണ് ഇങ്ങനത്തെ അച്ചാറൊക്കെയാണ്. ഓരോരുത്തർ അച്ചാറുണ്ടാക്കുന്നത് കണ്ടിട്ട് ഇവിടെയെങ്കിലും അല്ല, കേരളത്തിലല്ല, പുറത്ത് സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് ഈ റെഡിമെയ്ഡ് വരുന്ന അച്ചാറുകൾ കാണാം. ദൈവമേ ഇങ്ങനെയൊക്കെയാണോ ഈ അച്ചാർ ഇവിടെ വരുന്നത്? ഇനി ജന്മത്തെ അച്ചാർ വാങ്ങില്ല നമ്മളവിടെ അതിൻ്റെ ഇത് കണ്ടിട്ടേ. ഇപ്പൊ അതല്ല, ഇപ്പൊ അമ്മമാർ ഉണ്ടാക്കുന്നൊക്കെ കാണിച്ച് കണ്ടില്ലേ, കാണിക്കുന്നുണ്ട് അവര്. ലൈവല്ല കണ്ടോണ്ടിരിക്കുക. എന്തായാലും ഇപ്പൊ ABC എന്ന് പറഞ്ഞൊരു പൊടി, ഇപ്പം ആ പൊടിയൊക്കെ ആ സാധനമൊക്കെ ഉണ്ടാക്കി പൊടിച്ച് അങ്ങനെ ഓരോരോ പൊടികളായിട്ടും മാങ്ങയുടെ മാങ്ങയുടെ ചക്ക വരുമ്പോൾ ചക്കക്കുരു എന്ന് വേണ്ട എല്ലാം. എനിക്കത് കാണുന്നു. വീട്ടമ്മമാർ പഴയതുപോലെ അല്ലല്ലോ. ഒന്നുമല്ലല്ലോ, ഒരു ഹസ്ബൻഡിന് ഒരു എന്തെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഭാര്യമാരത് മാനേജ് ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് കാണുമ്പോൾ ഞാനത് അവരെ പറ്റി ചിന്തിക്കുന്നത്. അവരത് ചെയ്യുന്നുണ്ടല്ലോ. 10 പൈസ അവരെ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇരുന്നിട്ട് വീട്ടിൽ ഇരുന്നാൽ മതിയല്ലോ. അവർക്ക് മൊബൈൽ ഓർഡർ വരും, അവർ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പാക്ക് ചെയ്ത് അവർ കൊടുക്കുമല്ലേ. ഇതൊക്കെ നല്ല കാര്യമാണ് ഞാൻ നോക്കിയിട്ട്.
എല്ലാവരും അങ്ങനെ മുന്നോട്ട് വരട്ടെ. തീർച്ചയായും എനിക്ക് സിനിമ ഒക്കെ ഒരു രംഗത്തുണ്ടെങ്കിലും ബിസിനസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ പിള്ളേരെല്ലാം വെളിയിലായതുകൊണ്ട് ആരും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ആരും ഇല്ല. അല്ല പുറത്തുനിന്ന് സ്റ്റാഫിനെയൊക്കെ എടുത്ത് ചെയ്യണം. അപ്പോൾ അത് എന്നെക്കൊണ്ട് നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പം നമ്മളെക്കൊണ്ട് നടക്കാവുന്ന കാര്യം വെച്ച് വേണം പോവാൻ. അപ്പോൾ അധികം സ്റ്റാഫുകളും പിന്നെ കുറച്ച് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു സംഭവം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ചെയ്യാനായിട്ട്. എല്ലാവരും ആദ്യം ഇതൊക്കെ ചെയ്യും, ഞാനൊരു ഡിഫറെൻറ്റ് സാധനമായിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വെയിറ്റ് ചെയ്യണം, അത് അറിഞ്ഞിട്ട് വേണം. അത് വെച്ചിട്ട് നമുക്ക് ഇനി അടുത്തൊരു പരിപാടി നോക്കാം. അപ്പോൾ പാചകമായിട്ടുള്ള സാധനങ്ങളാണ്, അല്ലാതെ ഡ്രസ്സോ ഓർണമെൻറ്റ്സോ അല്ല പിന്നെ കമ്മലോ മാലയോ ഒന്നും ആയിരിക്കില്ല. പാചകമായിട്ട് ബന്ധപ്പെട്ടില്ല. ഞാൻ അവിടെ ബിൽഡപ്പ് കാണുമ്പോ ഞാൻ ഓർക്കും ഇത് ഇവിടെ സർപ്രൈസ് പറഞ്ഞില്ലേ, കണ്ടോ എന്റെ കാര്യം കണ്ടില്ലേ, ഞാൻ ഒളിച്ചു വെക്കേണ്ട കാര്യം അത് അപ്പോഴേ പറഞ്ഞു. എനിക്ക് പിന്നെ ഒരു സന്തോഷമാണല്ലോ. അത് എന്നെ കാണുമ്പോൾ എൻ്റെ പ്രേക്ഷകർ എന്നോട് ചോദിക്കാറുണ്ടോ പൊന്നമ്മ ചേച്ചി പൊന്നമ്മ മസ്കല വേറെ ഓണാക്കാത്ത, ഞങ്ങൾ എന്നും സീരീസും മാറ്റി നോക്കും ഓപ്പൺ ആക്കണമെന്ന്. എന്താ ചേച്ചി എന്ന് പറയാം. അവർ മീൻകറിയുടെ കാര്യവും എൻ്റെ പല കറിയുടെ കാര്യമാണ് അവർ പറയുന്നത്. പൊതിച്ചോറും കേട്ടുകൂടെ? അതെ, ചെവി കൊടുക്കരുതോ? കൊടുക്കാം എല്ലാ ദിവസവും ഇല്ലെങ്കിലും നമ്മൾ അതെ വീഡിയോ തീർച്ചയായും. ഈ ദീപ്തി ചേച്ചി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? ഇവളുണ്ടാക്കുന്നു എല്ലാം നല്ലതായിട്ട് ഉണ്ടാക്കും. നല്ലൊരു സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ള അവളെ എനിക്ക് അയർലൻഡിൽ നിന്നൊരു ഞാൻ സാധാരണ മീനും എല്ലാം നമ്മുടെ നാടൻ കയറി നമ്മൾ ചെയ്തിട്ടുള്ളതല്ലേ. ഇവളെ ഉണ്ടാക്കുന്ന ഐറിഷ് ഡിഷ് എന്ന് പറഞ്ഞ സാധനം ഇവൾ അയർലൻഡിൽ പോയ സമയത്ത് വന്നിട്ടുണ്ടാക്കി. അത് സൂപ്പറായിരുന്നു. ചിക്കനും നമ്മളത് വേറൊരു ടേസ്റ്റാണ് അതിന്. പിന്നെ പാസ്ത അത് നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ പാസ്ത. പിന്നെ ഞാൻ ഓസ്ട്രേലിയയിൽ പോയ സമയത്ത് അവിടുത്തെ സ്റ്റൈലിലുള്ള കുറച്ച് സാധനമൊക്കെ ഉണ്ടാക്കി. എനിക്കതൊക്കെ എനിക്ക് ഇഷ്ടവുമാണ്. ആദ്യം എനിക്കിത് വലിയ താല്പര്യമില്ലായിരുന്നു. പണ്ട് ഷോ പോകുന്ന സമയത്ത് ജന്മം ചെയ്ത ഈ സാധനമൊന്നും കഴിക്കത്തില്ല. കാരണം നമ്മളപ്പം ചോദിക്കും ഇച്ചിരി ചോറ് തരുമോ, ഇച്ചിരി ചമ്മന്തി തരുമോ എന്നൊക്കെ ചോദിക്കാൻ പറയുന്നത്. ഇത് കണ്ടിട്ട് നമുക്ക് തിന്നാൻ പറ്റിയ മേഖലയല്ല. പക്ഷേ പിന്നീട് ഒരാൾ നമ്മുടെ അടുത്ത് കൊച്ചുപിള്ളേരെ തിന്നാൻ പഠിപ്പിക്കുന്ന പോലെ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്ക്, നാക്ക് ഇഷ്ടപ്പെടുമോ നോക്ക് എന്ന് പറഞ്ഞു. ആരും മനസ്സോടെ അതെടുത്ത് കുറച്ച് തിന്ന് നോക്കി. അത് കൊള്ളാലോ. അപ്പോൾ പിന്നെ പ്ലേറ്റോടെ ഇങ്ങനെ എടുക്കും. പിന്നെ പിറ്റേ ദിവസം മുതൽ അത് മതി, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ. അപ്പോൾ പല സാധനം അങ്ങനെയാണ്. പണ്ട് ഞാൻ ഈ പുറത്തോട്ടുള്ള ഇവരുടെ ഭക്ഷണങ്ങളൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അങ്ങനെയാണ്. ഇഷ്ടപ്പെടാതെ ഇട്ടിട്ട് ഇഷ്ടപ്പെട്ടയാളാണ് ഞാൻ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഇവിടെ മോടെ അടുത്ത് പോകുമ്പോൾ ഇവിടെ പല രീതിയിലുള്ള ഉണ്ടാക്കും. അപ്പോൾ എനിക്ക് അവൾ ഉണ്ടാക്കുന്ന എല്ലാം എനിക്കിഷ്ടമാണ്. ഇളയ മോളും അതെ. ഇളയ മോളും എന്നെ ഒരു ദിവസം ഞെട്ടിച്ച് കളഞ്ഞു. ഞാൻ ഒരു ദിവസം നിൽക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ചേച്ചി എന്നെ എല്ലാവരും വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഉച്ചയായപ്പോൾ ഞാൻ പറഞ്ഞു മമ്മി ഒന്നും ചെയ്യണ്ട, മമ്മി അവിടെ പോയിരുന്നു എന്ന് പറഞ്ഞു. എന്നെ കൊണ്ടൊന്നും ചോദിച്ചില്ല. ഞാൻ ഒന്നാമത് തണുപ്പല്ലേ, ഞാൻ അപ്പുറത്തെ റൂമിലിരുന്നു. ഒന്ന് കിടന്ന് എവിടെ ഒന്ന് മയങ്ങി എന്നിട്ട് വന്നപ്പോണ്ട് എൻ്റെ പൊന്നെ മേശപ്പുറം നിറയെ വിഭവം. എന്നിട്ട് ഇത് എപ്പോൾ ഉണ്ടാക്കി? അവളെല്ലാം പ്ലാൻ ചെയ്ത് ഭയങ്കര സ്പീഡ്. അവളും നല്ല അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവള് അന്ന് ഇവരും ഫാമിലിയും വരുന്നുണ്ടായിരുന്നു വീട്ടിലോട്ട്, ഓസ്ട്രേലിയയിൽ. ഞാൻ ഞെട്ടിപ്പോയി കണ്ടിട്ട്. അപ്പം ഞാൻ ഓർത്തു എൻ്റെ കുഞ്ഞുങ്ങളല്ല നല്ല ഭക്ഷണം തന്നെ കഴിച്ചാൽ അവർ ജീവിക്കുന്നത്. അതെനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ മകനായാലും അതെ ആ കാര്യത്തിൽ ഭക്ഷണം നല്ല ഭക്ഷണമായിരിക്കും. എന്തൊരു വികാരമാണ്. എന്റെ മക്കൾ നല്ല ഭക്ഷണം നല്ലതുപോലെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. അത് സന്തോഷം. ഫുഡ് ഞങ്ങൾക്കൊരു വികാരമാണ്. അതെനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് അതന്നെ കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നല്ലല്ലോ, വിഷമല്ലല്ലോ, അവർ കഴിക്കുന്നുണ്ടല്ലോ. അതെ, അതൊരു വിഷമം തന്നെ ആയിരിക്കും. അയ്യോ എന്റെ മക്കൾ അവിടെ പോയിട്ട് അവർക്ക് നല്ല നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും കൂടുതൽ ഇന്ന് അവർ കുഞ്ഞുങ്ങൾ കഴിക്കുമോ. പക്ഷെ അവര് നല്ലതായിട്ട് ഉണ്ടാക്കി അവിടെ കഴിക്കുന്നുണ്ടല്ലോ ഓർക്കുമ്പോൾ നമ്മൾക്ക് ഇവിടെ നന്നായിട്ട് കഴിക്കാനും പറ്റും ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇന്ന് ഇന്റർനാഷണൽ വുമൻസ് ഡേ. അപ്പോൾ ഇന്ന് വനിതയോടൊപ്പം മനോരമയോടൊപ്പം ശ്രുതിയോടും ഈ ക്യാമറ ടീമിനോടൊപ്പം ഞങ്ങൾ മമ്മിയും ഞാനും വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു ടൈമിലൂടെയാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രത്യേക താങ്ക് യു. ഇന്നത്തെ ദിവസം ഒന്ന് സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് മമ്മിയാണ് ഞങ്ങൾക്ക് എപ്പോഴും ഫുഡ് ഉണ്ടാക്കി തരുന്നത്. ഇന്ന് മമ്മിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഡെസേർട്ട് ഉണ്ടാക്കാന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുക. നമുക്ക് അതിലോട്ടൊന്ന് പോയാലോ ശ്രുതി? ഓക്കെ, നമുക്ക് അതും കൂടെ ഉണ്ടാക്കി ബാക്കി സംസാരമൊക്കെ നമുക്ക് അവിടെ എന്തോ ഉണ്ടാക്കുന്നേ. അത് വെയിറ്റ് ആൻഡ് സീ. സർപ്രൈസ് ആണ് നമുക്ക്.
മമ്മി ഒരിക്കൽ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് മമ്മി ഓസ്ട്രേലിയ വെച്ച് ഒരിക്കൽ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വേറൊരു ഫ്ലേവർ ആയിരുന്നു. അപ്പൊ ഉറപ്പായിട്ടും ഇന്ത്യൻ ഇല്ല. ഇന്ത്യനല്ല നമുക്ക് ഇന്ത്യൻ മമ്മിക്ക് ഇവിടെ കിട്ടുന്നില്ല എപ്പോഴും. അപ്പൊ ഒരു വെറൈറ്റി ആയിട്ട് ഒരു സ്പെഷ്യൽ, പിന്നെ മധുരമാണല്ലോ, സന്തോഷം ഇരട്ടിക്കുന്നല്ലേ പറയുന്നത്. ഇപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോയാലോ? അവള് തകർക്കും. സോ പൊന്നമ്മ ചേച്ചിക്ക് വേണ്ടി ദീപ്തി ചേച്ചി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു ഡെസേർട്ട്, അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. എന്തായതൊന്നും എനിക്കറിയില്ല. നമുക്ക് ദീപ്തി ചേച്ചിയോട് ചോദിക്കാം. ഞാനിവിടെ കൂടെ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ചേച്ചി ഞാൻ കയ്യിലേക്ക് അങ്ങ് തരുവാണ്, പറഞ്ഞോളൂ എന്താ. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ആണ് ബെറി പനക്കോട്ട. ബെറി പനക്കോട്ട ഇതൊരു ഇറ്റാലിയൻ ഡെസേർട്ട് ആണ്. അപ്പൊ നമുക്ക് ഇതിൽ 2 പാർട്സ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ക്രീമിന്റെ നമ്മൾ ആദ്യം കുക്ക് ചെയ്യും. പനക്കോട്ട എന്ന് പറഞ്ഞാൽ കുക്ക്ഡ് ക്രീം ഒരു അർത്ഥമുണ്ട് അതിന്. അപ്പൊ ആ ക്രീമിന്റെ പോർഷനുള്ള സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ നമ്മൾ അതിന്റെ ടോപ്പിംഗ് ആയിട്ട് ഒരു കൂളി പോലെ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഉണ്ടാക്കാനുള്ളതാണ്. അപ്പൊ ആദ്യം നമുക്ക് ഈ ഭാഗത്തെ ഇൻഗ്രീഡിയൻസ് നോക്കാം. സൂപ്പർ സാധനം. അപ്പൊ അതാണ് നേരത്തെ പറഞ്ഞത്, ഒരിക്കൽ ടേസ്റ്റ് ചെയ്ത വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളത്. മമ്മിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അതാണ് ഇത് സ്പെഷ്യൽ ആയിട്ട് മദേഴ്സ് ഡേക്ക് മമ്മിക്ക് ഒരു ഡിസേർട്ട് ആക്കി ഇത് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പനക്കോട്ടയുടെ ക്രീമിന്റെ ഡിസേർട്ട്സ് നമ്മൾ ഫുൾ ക്രീം ആണ് ഇത്. അപ്പൊ ഈ കപ്പ് ഉണ്ടല്ലേ, ഈ കപ്പ് 2 കപ്പാണ് ഈ ഫുൾ ക്രീം. ഇതിന്റെ 1/3 മിൽക്ക് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ഇപ്പൊ ക്രീം, മിൽക്ക്, വനില എസൻസ്, ഫ്ലേവർ, മമ്മിയുടെ ഫേവറേറ്റ് ഫ്ലേവർ വനിലയാണ്. പിന്നെ ഇത് ജലാറ്റിൻ, കുറച്ച് വെള്ളം. ഇത് ഒരു 2 ടേബിൾ സ്പൂൺസ് വെള്ളമുണ്ട്. ജലാറ്റിൻ ഞാൻ എടുക്കുമ്പോൾ പറയാം എത്രമാത്രം വേണ്ടതെന്നുള്ളത്. പിന്നെ ഷുഗർ ആവശ്യത്തിന്. അപ്പൊ തുടങ്ങാം നമുക്ക്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഒരു സോസ് പാനിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ക്രീം നമ്മൾ അങ്ങോട്ട് ഒഴിക്കാം. ഞാൻ പറഞ്ഞല്ലോ ആ കപ്പിന് 2 കപ്സ് ആണിത്. അപ്പൊ ആ ക്രീം ഫുൾ അങ്ങോട്ട് ഒഴിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിസേർട്ടാണ്. ഇത് എവിടുന്നാ പഠിച്ചേ? ഓസ്ട്രേലിയയിൽ നിന്ന്. അപ്പൊ ഒതന്റിക് ഓസ്ട്രേലിയൻ കുസീൻ ആണിത്. ഇത് ഓസ്ട്രേലിയൻ കുസീൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഓസ്ട്രേലിയൻ മൾട്ടി കൾച്ചറൽ ആയതുകൊണ്ട് ഇറ്റാലിയൻ ഉണ്ട്, ജാപ്പനീസ് ഉണ്ട്. ഇത് ആക്ച്വലി ഇറ്റാലിയൻ. അപ്പൊ അതിലോട്ട് നമ്മൾ ചേർത്ത് ഒന്ന് ചൂടാകാൻ നമ്മൾ കൊടുക്കുക. സ്റ്റീർ ചെയ്യാനായിട്ട് ഞാൻ ഇതാ വെച്ചിരിക്കുന്നത്. നമുക്ക് ക്രംസ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ മാറാനായിട്ട് നല്ലതാണ്. നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇത് ബോയിൽ ആയി തിളച്ച് പോകാൻ പാടില്ല. തിളച്ച് പോയാൽ ഇത് സ്പ്ലിറ്റ് ആയി പോകും. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. തിളപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി നന്നായിട്ട് കൊമളകൾ വന്ന് തുടങ്ങത്തില്ല. അതാ കറക്റ്റ് പോയിന്റ്. അപ്പോഴത്തേക്കും നമ്മൾ അടുപ്പിൽ എടുത്തോണം. അപ്പൊ ഇനി ഇത് ചൂടായിക്കൊണ്ടിരിക്കുമ്പം ചെറുതായിട്ട് ഇത് വാമാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ മിൽക്കിന്റെ 1/3 ഈ ക്രീമിന്റെ 1/3 മിൽക്ക് ഒഴിക്കുക. അതങ്ങോട്ട് ചേർന്നു. ഭയങ്കര ക്രീമി ടെക്സ്ചർ ആയിട്ട് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡിസേർട്ടാണ്. അപ്പൊ പാൽ ഒഴിച്ച് നമ്മൾ കൊടുക്കുക. ക്രീം ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമ്മൾ പാൽ ഒഴിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ജെലാറ്റിൻ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പൊ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ വാട്ടർ ഉണ്ട്, വെള്ളമുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ജെലാറ്റിൻ ജെന്റ്ലി സ്പ്രിങ്കിൾ ചെയ്ത് മുകളിലോട്ട് ഇച്ചിരി ഇടുക. ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂൺ ആയിട്ട്. നമ്മളിത് ഈ ക്രീം കുക്കാകുന്ന സമയത്ത് ഇത് അവിടെ ഇരുന്ന് അങ്ങനെ സോക്ക് ചെയ്തോളൂ. അപ്പം നമുക്ക് നമ്മുടെ മിൽക്ക് വാമായി വരുവാണ്. ഇതിനകത്ത് നമ്മൾ ജെലാറ്റിൻ ബ്ലൂം ആയിരിക്കുകയാണ് ഇതിനകത്ത്. അത് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാവേ. നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്നല്ലേ നമ്മുടെ ജെലാറ്റിൻ. കാരണം നമ്മൾ ഇതിനൊരു ഇതങ്ങോട്ട് ഈ ക്രീം ഒരു ജെല്ലി കൺസിസ്റ്റൻസി ആകാൻ വേണ്ടിയിട്ടാണ്. അതെ, ആ വിസ്കർ ഒന്ന് പാസ് ചെയ്തമ്മേ. ഞാൻ വിസ്കറിങ് പാസ് ചെയ്തു. സ്പൂണ് നമ്മൾ അതിൻ്റെ ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതിപ്പോ ലൈക്ക് തിളച്ച് പൊങ്ങാനും പാടില്ല, പക്ഷെ അത്യാവശ്യം നന്നായിട്ട് ചൂടാവുകയും വേണം. പനക്കോട്ട ഈസ് കുക്ക്ഡ് ക്രീം. അത് ലിറ്ററലി പറയുവാണെങ്കിൽ കുക്ക്ഡ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നല്ലതായിട്ടൊന്ന് സ്റ്റീം ആയിട്ട് അതിനകത്ത് ചൂട് കയറണം, ഫുള്ളൊന്ന് ചൂട് കയറണം. നമ്മളൊന്ന് ശ്രദ്ധിച്ച് നിൽക്കണം അടുത്ത്. അതെ, അത് പൊങ്ങരുത്. അപ്പം അങ്ങനെ ചൂടാകാനായിട്ട് കുറച്ച് സമയം നമുക്ക് കൊടുക്കാം. ഇതുപോലെ ഇത് അവിടെ ഓസ്ട്രേലിയയിൽ പഠിച്ചു എന്ന് പറഞ്ഞു. ആരാ പഠിപ്പിച്ചേ? നമ്മൾ തന്നെ. നമ്മളിപ്പോ പല ഡിസേർട്ട്സിൽ ഡൈൻ ഔട്ട് ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ അടുത്ത് പല ഡിന്നേഴ്സിനും ബർത്ത്ഡേ പാർട്ടിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ പുതിയ പുതിയ ഡിഷസിനോട് എക്സ്പ്ലോർ ചെയ്യുമല്ലേ. അപ്പോൾ എന്തെങ്കിലും പുതിയതൊന്നും നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ
അവരോട് ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ നോക്കും, അങ്ങനെയൊക്കെ പഠിച്ചതാണ്. അപ്പം ഇനി നമുക്ക് അതിനകത്തോട്ട് നമുക്കിനി വേണ്ട ഷുഗർ, അത് ഓരോരുത്തരും ചിലർക്ക് ലൈറ്റ് സ്വീറ്റ് ഇഷ്ടം, ചിലർക്ക് ഇച്ചിരി നല്ല മധുരം വേണം, അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. ഞാനിപ്പോൾ അതിനകത്തൊരു 4 ടീസ്പൂൺ ഇടുക. അത് കൂടുതൽ വേണ്ടവർക്ക് ഇടാം കേട്ടോ, ലൈറ്റായിട്ട്. അധികം മധുരം താല്പര്യമില്ല. പിന്നെ ഞാൻ അധികം ഇടാൻ നമുക്ക് ഇഷ്ടം ഇടാം, കാരണം നമ്മൾ ആ ടോപ്പിങ്ങിൽ മധുരം എന്തായാലും വരും. അതെ, ഫ്രൂട്ട്സ് വരും. മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അതിലോട്ട് ടേസ്റ്റ് ആയിട്ട് വരും. രണ്ടും കൂടെ മധുരമായി ചിലപ്പോൾ ഭയങ്കര മധുരമായിട്ട് തോന്നും. നമ്മുടെ പഞ്ചസാര മെൽറ്റായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ വെനില എസൻസ് ഒരു സ്പൂൺ അവിടെ പാസ് ചെയ്തു. ഇവിടെ തരൂ. അപ്പം ഞങ്ങളിങ്ങനെ പാസ് ചെയ്താ പോകും, എല്ലാവരും കൂടെ കുക്ക് ചെയ്യണം. ഒരു കുഞ്ഞു സ്പൂണും 3 പേരും അല്ലേ. അപ്പൊ ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള വെനില എസൻസ് ഇടാം. ഞാൻ ഒരു ടീസ്പൂൺ ഇടാക്കിയിരുന്നത് ഇതിനകത്തോട്ട്. അടിയിൽ ഇച്ചിരി വീണതുകൊണ്ട് തിരിച്ചു കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി മതി. ഇച്ചിരി കൂടുതൽ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങോട്ട് വെക്കാം, നമുക്കൊന്നുകൂടി മിക്സ് ചെയ്ത് കറക്റ്റ് ആക്കാം. ഇപ്പം വെനില സ്മെൽസ് ഡിവൈൻ ഇല്ലേ. എന്തൊക്കെ ഫ്ലേവേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഫ്ലേവറിന് വല്ലാത്തൊരു നമ്മളിങ്ങനെ പിടിച്ചിരുത്തും അതിന്റെ അരോമ അല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് കൂൾ ഡൗൺ ചെയ്യാനായിട്ട് ഒരു ഫ്യൂ മിനിറ്റ്സ് നമ്മൾ വെക്കാം. വെച്ചിട്ട് നമ്മൾ നമ്മൾ ഡെസേർട്ട് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിഷസ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ സെർവ് ചെയ്യണം. അപ്പൊ ഒരു 2-3 മിനിറ്റ്സ് ഇത് ഇരിക്കട്ടെ. അതൊന്ന് കൂൾ ഡൗൺ ചെയ്തിട്ട് നമുക്ക് തണുപ്പിച്ചെടുക്കണം. ഓക്കെ. ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തുമ്പോൾ പൊട്ടിപ്പോയ പരീക്ഷണങ്ങളുണ്ടോ? പൊട്ടിപ്പോയ പരീക്ഷണങ്ങൾ ഇതൊക്കെ കൂടുതലും ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. എത്ര എണ്ണമാണ് അതിൽ ഏതാണെന്ന് അങ്ങനെ ഓർത്തെടുക്കുന്ന കൂടുതൽ പൊട്ടിപ്പോകുന്നതല്ല. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ശ്രദ്ധ മാറിയിട്ട് അടുക്കി പിടിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാക്കിയിട്ട്. അങ്ങനെ എനിക്കൊന്ന് കേക്ക് ഞാൻ ഉണ്ടാക്കാൻ ആദ്യമേ കുറേ സമയം എടുത്തിട്ടാണ് കേക്ക് ശരിയായി വന്നത്. അപ്പൊ അതൊന്ന് ചെയ്തോണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ എപ്പോൾ ചെയ്താലും ആദ്യമായിട്ട് അതിന്റെ കൺസിസ്റ്റൻസി ശരിയാതെ വരിക, അങ്ങനെ കേക്കായിരുന്നു. കേക്ക് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത്. പക്ഷെ അത് ഒന്നും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബ്ലസ്സി എന്ന് പറഞ്ഞിട്ട്, ഇവിടെ നമ്മുടെ കൊച്ചിയിലുള്ള ഫ്രണ്ടാണ്, നല്ല ബേക്കിസ്റ്റ് ആണ്. അപ്പൊ അന്നത്തെ വർഷങ്ങൾക്ക് മുന്നെയാണ്. അപ്പൊ അന്ന് പുള്ളിക്കാരി പഠിപ്പിച്ചു തന്ന ഒരു റെസിപ്പിയാണ്. എനിക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫ്ലേവറാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡൊക്കെ അപ്പൊ അന്ന് ചെയ്ത് ആ പുള്ളിക്കാരത്തെ എനിക്ക് കറക്റ്റ് പറഞ്ഞു തന്നിട്ട് ചെയ്തപ്പം ശരിയായി. പിന്നെ അങ്ങോട്ട് കേക്കിന്റെ അങ്ങനെ കുറെ പീരീഡ് ഇങ്ങനെ ബേക്കിങ്ങിൽ പോയി. അപ്പൊ പലത് എക്സ്പെരിമെന്റൽ ആയിട്ട് പല രീതിയിൽ ചെയ്തു. പിന്നെ ഇല്ലേ ഈ ലൈഫില് ചില എന്താ പറയാ പൊടിക്കൈകളുണ്ട്, അങ്ങനെ മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ എവിടെയെങ്കിലും ലൈഫ് സേവിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പൊടിക്കൈ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഫസ്റ്റ് ടിപ്പ് പറയാനുള്ളത് പപ്പയും മമ്മിയും പറയുന്നതാണ്, ഉപ്പ് നമ്മൾ ഒരിക്കലും കൂടുതൽ ഇടാൻ പാടില്ല, കുറച്ചിടുക. ആദ്യം കുറച്ചിടുക. നമുക്ക് എപ്പോഴും കുറച്ച് കൂട്ടാം, പക്ഷെ കൂടിപ്പോയി കഴിഞ്ഞാൽ കുറയ്ക്കാൻ പാടല്ലേ. അപ്പൊ നമ്മള് അതാണ് എനിക്ക് ബേസിക്കലി. കാരണം എത്ര നന്നായിട്ട് നമ്മൾ ഉണ്ടാക്കിയാലും ഇച്ചിരി ഉപ്പ് കൂടിപ്പോയാൽ ഉപ്പുള്ള ഡിസേർട്സ്, ഉപ്പുള്ള ഡിഷസ് ആണ് പറയുന്നത്. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ടിപ്സ് എനിക്ക് ഇവിടുന്നാണ് വേണ്ടത്. ഒരുപാട് അനുഭവമുള്ള ഒരാളാണ് കുക്കിങ്ങിൽ പോലും. ഇപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ ഞങ്ങളെ പോലെ യങ്സ്റ്റേഴ്സ് ഒക്കെ ഒറ്റയ്ക്ക് ജീവിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമോ അല്ലെങ്കിൽ എല്ലാ വിഭവത്തിലും രുചി കിട്ടാൻ ഉപയോഗിക്കാവുന്ന എന്തെങ്കിലും പൊടിക്കൈകളുണ്ടോ? എല്ലാ രുചിക്കൂട്ടുകളും വ്യത്യസ്തമല്ലേ. വ്യത്യസ്തമായ രുചിക്കൂട്ടില്ലാത്ത എല്ലാത്തിലും ഉപയോഗിക്കുന്ന സാധനം എന്താ? വെളിച്ചെണ്ണ, ഉപ്പ്, മുളക്, ഉള്ളി, ചില ഇൻഗ്രീഡിയൻസ് കാന്താരി വരും, ചിലതിനകത്ത് ഇപ്പൊ മീൻ ബീരിയ വെക്കുന്നെങ്കിൽ കാന്താരി ഉള്ളി ബെസ്റ്റാണ്. ഇപ്പുറത്ത് നമ്മൾ തേങ്ങ അരച്ചൊരു കറിയാണ് വെക്കുന്നെങ്കിൽ നമുക്ക് പച്ചമുളക് കീറിയിട്ട് തേങ്ങ അരച്ച നമ്മൾ വെക്കുന്നത്. അപ്പം ഇതൊക്കെ വ്യത്യസ്തമാണ്. അപ്പം എല്ലാത്തിലും കറികൾക്കും ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ പൊടിക്കയ്യെന്ന് ഞാൻ പറയാനേ ചോദിച്ചില്ലേ, വെളിച്ചെണ്ണ. അതുപോലെ മമ്മി ഉള്ളി പറഞ്ഞപ്പോഴാണ് നല്ല വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ. മമ്മിയുടെ നാടൻ മീൻകറിക്ക് മമ്മി പഠിപ്പിച്ചാണ് അത് നമ്മുടെ ഉള്ളി ഇടാവുള്ളൂ, സവോള ഇടരുത്. അയ്യോ, ഉള്ളി എന്ന് പറഞ്ഞാൽ കുഞ്ഞുള്ളി, ചെറിയ ഉള്ളി. എല്ലാവർക്കും പൊളിക്കാൻ പാടായതുകൊണ്ട് ചിലര് എളുപ്പത്തിന് സവോള ഉണ്ടാക്കി, പക്ഷെ ആ ഉള്ളി ഇടുന്നതിന്റെ ടേസ്റ്റ് കിട്ടത്തില്ല. നാടൻ മീൻകറിയുടെ കാര്യമായിട്ട് പറയാം. എന്നാ സവോള ഇടേണ്ട സാധനം സവോള ഇടണം,
ബീഫിന് അല്ലെങ്കിൽ ഉള്ളി അതിനും നല്ലതാ. ബീഫിനും മറ്റുള്ള ഇതിനകത്ത് കുറച്ച് സവോള വേണം, നമ്മുടെ സവോള വേണം. നീളത്തിലൊക്കെ അരിഞ്ഞ് അത് ഏറ്റവും നല്ലത് കുറച്ച് ഉള്ളി കുറച്ച് സവോളയുടെ ആണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അതൊക്കെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കറിക്കും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പം എല്ലാത്തിലും പറ്റിയ ഇൻഗ്രീഡിയൻസ് പറയാനില്ല. ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ പാചകത്തിലും ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചെയ്യാറുള്ളൂ. വേറെ ഒരു എണ്ണയും ഞാൻ ഉപയോഗിക്കില്ല. വെജിറ്റബിൾ എണ്ണ ഇപ്പം നമ്മൾ ഇച്ചിരി എന്താ പറയുന്നത് വണ്ണം കുഴക്കാനൊക്കെ ആണെങ്കിൽ വെളിച്ചെണ്ണ അധികം ഇതാന്ന് പറയും. അപ്പം നമ്മൾ വെജിറ്റബിൾ ഓയിലില്ലേ, അത് നമുക്ക് പച്ചക്കറിയൊക്കെ നമുക്ക് അതിനകത്ത് കുക്ക് ചെയ്യാം. മീനെ ഇറച്ചിയൊക്കെ ചെയ്യുമ്പോൾ അത് നല്ല വെളിച്ചെണ്ണ തന്നെ ചെയ്യും. നല്ല തേങ്ങ ആട്ടിയ നാടൻ വെളിച്ചെണ്ണ. അത് തന്നെയാണ് ഇവിടെ കൂടുതലും വരുമ്പോൾ ഒലിവ് ഓയിലൊക്കെ ഉപയോഗിക്കുക. അത് അങ്ങനത്തെ ഡിഷസ് നമ്മൾ ചെയ്യുമ്പോഴേ നമ്മുടെ ഡിഷസ് അവിടെ ഇല്ലല്ലോ അവർക്ക്. നാടൻ കറിക്കല്ല ഓയില്. അവിടുത്തെ ഡിഷസ് ചെയ്യുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഒരിക്കലും അത് വെസ്റ്റേൺ ഡിഷ് അല്ലല്ലോ. ഓരോ ഡിഷിനും ഓരോ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സ്പഗറ്റി ബൊളോനീസും ഒക്കെ നമ്മള് വെളിച്ചെണ്ണ ഉണ്ടാക്കിയുള്ള അവസ്ഥ നിർത്തി. അതെ കേട്ടോ. ഈ വെസ്റ്റേൺ ഫുഡ് എല്ലാത്തിലേ ആ ഒരു ഒലിവ് ഓയിൽ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അവരുടെ ഫുഡിന്. കറക്റ്റ് കാര്യം. പക്ഷെ നമ്മൾ ഒലിവ് ഓയിൽ അവിയലുണ്ടാക്കുന്ന ആലോചിച്ച് പച്ച വെളിച്ചെണ്ണയുടെ ആ ഒരു നമ്മൾ കഴിക്കൂ തൊടില്ല. നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ട്രാൻസ്ഫർ സെർവ് ചെയ്യാനായിട്ടുള്ള ഡിഷ് ഏതാണോ അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് നമുക്ക് 2 തരത്തിൽ പ്രസന്റ് ചെയ്യാൻ ഞാൻ നോക്കും. അപ്പൊ ഒന്ന് നമുക്ക് ഒരു ബോൾ അവിടെ നിന്ന് പാസ് ചെയ്ത് തരാം. ആദ്യം വഴി ഞാൻ മറക്കില്ല. വഴി മറക്കാം. അപ്പൊ ഒന്ന് നമുക്ക് ഇതിൽ ചെയ്യാം, ഒന്ന് നമുക്ക് ആ വൈൻ ഗ്ലാസ് ഉണ്ടല്ലോ അതിലും ചെയ്യാം. എന്തൊരു ഭയഭക്തി ബഹുമാനം എല്ലാം ഉണ്ട് ഇവിടെ. അതെ, ഇത് നമുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് ആ ലെയറിങ് കാണാനൂടെ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ 2 തരത്തിൽ ചെയ്യാം. പ്രേക്ഷകർക്കും അതൊരു സന്തോഷമാകുന്നത് അങ്ങനെ ചെയ്ത്. ഇനി നമുക്ക് ഇതിന് ടെമ്പറേച്ചർ ഏകദേശം കൂൾ ഡൗൺ ആയിട്ടുണ്ട്. നമുക്കിനി ഈ 2 പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. അപ്പം നമുക്കിത് ഫുള്ള് ഫില്ല് ചെയ്യണ്ട കേട്ടോ, കാരണം അതിൻ്റെ മുകളിൽ ടോപ്പിംഗ് വരുന്നത് കൊണ്ട്. അതെ, ഒരു ഇച്ചിരി കൂടെ ഇതിലോട്ട് ഇടാം നമുക്ക്. അത്രയും മതി. ഇനി അടുത്ത് നമുക്ക് ഇതിനാകുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്തോട് നന്നായിട്ട് കാണാൻ പറ്റും. ഗ്ലാസ് ആയതുകൊണ്ട് ഒന്നിട്ടു നമ്മൾ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതെ, അവിടെ നിൽക്കട്ടെ. അതെ, ഇത്രയും മതി. ഇനി നമ്മൾ ഇത് ക്ലിങ് ഫിലിം ഇട്ടൊന്ന് കവർ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇത് താങ്ക് യു ശ്രുതി. ഇത് നമ്മൾ ക്ലിങ് ഫിലിം ഇടുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്രീമിൻ്റെ പുറത്ത് ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു യെല്ലോ ഫിലിം ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിങ് ഫിലിം ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് ടൈറ്റായിട്ട് ഇത് വെക്കുക, സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെടുത്ത് ഈ സെർവ് ചെയ്യാനുള്ള ഡിഷ് എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം, റെഫ്രിജറേറ്റ് ചെയ്യണം. ഒരു 4 hours ഇത് റെഫ്രിജറേറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ജെലാറ്റിൻ ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് അവിടെ ഇരുന്ന് അങ്ങ് സെറ്റ് ആവും. നല്ല ക്രീമി ആയിട്ട്, ജെല്ലി പോലെയല്ല, പക്ഷെ നല്ല ക്രീമി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലോട്ട് അത് മാറും അന്നേരം. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഓക്കെ. നമ്മളിപ്പം എടുത്ത് വെച്ചു, അത് നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഇച്ചിരി സമയം വേണം, 4 hours ഇരിക്കണം ഫ്രിഡ്ജിനകത്ത്. നമുക്കിനി അടുത്തതായിട്ട് അതിൻ്റെ ടോപ്പിംഗ് ഉണ്ടാക്കാം. നമ്മൾ ടോപ്പിംഗ് ഇതിന് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. കമ്പോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ കൂളി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഒന്ന് കമ്പോട്ട്. കമ്പോട്ട് എന്ന് പറയുന്ന ഇറ്റാലിയൻ വേർഷനാണ്. ഒന്നുമില്ല, നമ്മൾ ഈ പീസുകൾ ഈ ഫ്രൂട്ട്സിൻ്റെ പീസുകൾ നമ്മൾ കുക്ക് ചെയ്യും ഒരുമിച്ച്, അത് അരയ്ക്കത്തില്ല. കൂളിയിൽ നമ്മൾ അത് അരയ്ക്കും. കൂളി എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് വെർഷനാണ്. പക്ഷേ നമുക്ക് ഈ ഇന്ന് നമുക്ക് ബേസ് നമ്മൾ ഇറ്റാലിയൻ ഉണ്ടാക്കിയല്ലോ, അപ്പോൾ ടോപ്പിംഗ് നമുക്ക് കൂളി ഇരിക്കട്ടെ. ഓക്കെ. അപ്പോൾ നമുക്കിനി കൂളിയുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇത് ബെറി പനക്കോട്ട ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം എല്ലാ ബെറീസും നമ്മളിവിടെ അവൈലബിൾ ആയിട്ട് എല്ലാ ബെറീസും നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് റാസ്ബെറി ഉണ്ട്, ബ്ലാക്ക്ബെറി ഉണ്ട്, ബ്ലൂബെറീസ്, പിന്നെ സ്ട്രോബെറീസ്, പിന്നെ നമുക്ക് കുറച്ച് ലൈം ജ്യൂസ്, ലെമൺ ജ്യൂസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ലൈമോ ലെമണോ ആകാം, കുഴപ്പമില്ല. കുറച്ച് വെള്ളം, അധികം വേണ്ട വെള്ളം. പിന്നെ ഇത് നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടി ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇതും ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മൾ മിക്സിയിൽ ഒരു ജാർ എടുക്കുക. ജാറിലോട്ട് നമുക്ക് നമ്മളിപ്പോൾ ഒരു 3 പേർക്കുള്ള പോർഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ ഇതിനകത്തോട്ട് ഇടാം. 1 സ്പൂൺ പാസ് ചെയ്യുക. നേരിട്ട് കൊടുക്കണോ അതോ
ഇടനിലക്കാരി. അങ്ങനെ പോയേ മമ്മി അപ്പൊ റാസ്ബെറീസ് ഇടുവാണ് നമ്മള്. ഓക്കെ, ഇട്ടു. നമുക്ക് സ്ട്രോബെറീസ് ഇടാം. ഇനി സ്ട്രോബെറീസ് ഞാനിതെല്ലാം കണ്ടോണ്ടിരിക്കുന്നു, സഹായിക്കുന്നത് മാത്രമാണ് ഇന്നത്തെ എന്റെ ജോലി. ഞാനും അതല്ലേ. ഇന്ന് ശ്രുതിക്ക് വിശ്രമം. അതെ, ചില പിള്ളേർ ഇരിക്കത്തില്ല അടുത്ത്, രണ്ട് കുട്ടിയിലിരിക്കുന്ന പോലെ അമ്മ അരയ്ക്കുന്നു, രണ്ട് മക്കളെ നോക്കിയിരിക്കും. എനിക്കിനകത്ത് ഞാനൊരു 3 ബ്ലാക്ക്ബെറി ഇടുന്നുള്ളൂ. കുറച്ച് റെഡ് കളർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അത്രേ ഉള്ളൂ. പിന്നെ ബ്ലൂബെറീസ് നമുക്ക് കുറച്ചിടാം. ഓക്കെ, ഇതും ഞാൻ അധികം ഇടുന്നില്ല, കാരണം ബ്ലൂബെറീസ് നല്ല ഒരു ഡാർക്ക് ഷെയ്ഡ് അല്ലേ, ഇത് കുറച്ച് റെഡ് ഷെയ്ഡോടെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ്, നമുക്ക് ആ സ്പൂൺ വേറെ വേണോ? വേറെ അതെടുത്തു നേരിട്ട് കൊടുത്തേ ഞാൻ. ഒരു 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 1.5 ടീസ്പൂൺ മതി, ഒരു ചെറിയത് കിട്ടാൻ വേണ്ടി മാത്രം. ചെറിയൊരു ടാങ്കി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ആഡ് ചെയ്തു. ഷുഗർ നമുക്ക് നമ്മളിത് അരച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യണം. ആ സമയത്ത് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. അപ്പം നമ്മൾ വെള്ളം ആഡ് ചെയ്തായിരുന്നു ഇതിനകത്ത്? ഇല്ല, അതാണ് ലാസ്റ്റ് വൺ. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാനകത്ത്. വെള്ളം അധികം ആഡ് ചെയ്യണ്ട, നമുക്ക് ഇത് ഇച്ചിരി തിക്കായിട്ട് ഇടണം. കുറച്ച് മതി, കാരണം ഫ്രൂട്ട്സിൽ ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ ബ്ലൂബെറി, റാസ്ബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, ലെമൺ ജ്യൂസ്, പിന്നെ വെള്ളം കഴിഞ്ഞു. ഇതുണ്ടല്ലേ, ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടോ വെള്ളം പൊങ്ങിയൊന്നും കിടപ്പില്ല, കാരണം നമുക്ക് അധികം വെള്ളം വേണ്ട, നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടി മാത്രം അരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത് അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് തുറന്നൊന്ന് നോക്കാം. അതെന്തായി നോക്കാം. എന്തായെന്നൊന്ന് നോക്കി. കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്, എന്നാൽ നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആണുള്ളത്. അതെ, നമുക്കിത് വേറെ മാറ്റി വെക്കണം. ഇത് മാറ്റി വെക്കാം. നമുക്കിനി ഇത് നമുക്കൊന്ന് ബോയിൽ ചെയ്യണം. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ്ചറിനകത്തോട്ട് സോസ് പാനിലോട്ട് ഇടുക. അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ഷുഗർ ആഡ് ചെയ്യണം. ഇത് ടോപ്പിംഗ് ആയതുകൊണ്ട് ഇച്ചിരി സ്വീറ്റ് ആയിട്ടിരിക്കുന്നതാണ് ടേസ്റ്റ്. അതായത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതിനേക്കാളും കുറച്ചുകൂടെ സ്വീറ്റ് ആയിരിക്കണം. ഇത് നന്നായിട്ട് തിളച്ചു വരണോ അതോ ചൂടായാൽ മതിയോ? ഒന്ന് തിളയ്ക്കാം, ഒന്ന് കൊമള വന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം നമ്മൾ ഇതങ്ങ് വാം ആകുമ്പോഴേ പഞ്ചസാര നന്നായിട്ട് അതിനകത്തോട്ട് മിക്സും കൂടി ആവും, മധുരമാവും. അതിൻ്റെ ഒരു പച്ചപ്പുണ്ടല്ലോ ഈ ഫ്രൂട്ട്സിൻ്റെ, അതങ്ങ് കുറയുകയും ചെയ്യും. അവള് കുക്ക് ചെയ്യട്ടെ, നമുക്കൊന്നും തിന്നോണ്ടൊക്കെ ഇരിക്കാം. ആഹാ, എന്നെ ഒറ്റയ്ക്കാക്കി ആട്ടെ, മദേഴ്സ് ഡേയിലെ വിട്ടുകൊടുക്കാം നമുക്ക്. രസമല്ലേ, സമയം പോണ്ടേ, കഴിക്കാൻ പറ്റൂ. ബോയിലായി, നമ്മളത് ഓഫ് ചെയ്തു. ഓക്കെ, ഓഫ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അവിടെ ഉണ്ടാക്കുന്നു കൂളാകാൻ വെക്കാം. ഓക്കെ ഓക്കെ, അത് കഴിഞ്ഞിട്ട് കൂളായി കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ആയിരിക്കുന്ന നമ്മുടെ ബേസും ഇതും കൂടെ ഒന്ന് ബേസിൻ്റെ മേലോട്ട് ഇത് ഒഴിക്കുക, ഗാർണിഷ് ചെയ്യുക. അത്രയുള്ള പരിപാടിയാണ്, അത്ര സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ കൂളാട്ടെ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂളി നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലായിരുന്നു, അത് സെറ്റ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് ക്ലിംഗ് ഫിലിം റിമൂവ് ചെയ്യാം. നല്ല ജെല്ലി പോലെ അല്ലേ? ഇത് വോബിൾ ചെയ്യുന്നുണ്ടോ? ഇത് അതാണ് കൺസിസ്റ്റൻസി വരുന്നത്, വോബിൾ. അപ്പം അങ്ങനെ ഇതിന്റെ മേളിലോട്ടാണ് നമ്മൾ ഇനി ഇത് ഒഴിക്കാൻ പോകുന്നത്. നല്ല രസമുള്ള ലെയറായല്ലേ? അതാ പറഞ്ഞത്. ഇത് നമുക്ക് ഈ രീതിയിലും ചെയ്യാം. ഇനിയിപ്പോൾ ഇത് വോബിൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മളിതൊരു ഈ വോബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു ക്വാർട്ടർ പ്ലേറ്റിലോട്ട് കമത്തി വെക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പം താഴെ ഭാഗത്തേക്ക് ഇതിങ്ങനെ ഈ പനക്കോട്ട ചെല്ലി പോലെ ഇങ്ങനെ മുകളിലിരിക്കും. അതിന്റെ മുകളിലോട്ട് ഇത് ഈ കൂളി ഒഴിച്ചാൽ മതി. അത് വേറൊരു രീതിയിൽ ചെയ്യാം, പലതരത്തിൽ ചെയ്യാം, ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനി നമുക്ക് ഇന്ന ലാസ്റ്റ് അത് അത്ര സിമ്പിളാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. ബേസ് 5-10 മിനിറ്റ് എടുത്തില്ല നമുക്ക് ചെയ്യാനായിട്ട്. ജസ്റ്റ് അത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു 4 മണിക്കൂർ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ അരച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചു. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഗാർണിഷ് ചെയ്യാം.
നമുക്ക് ഇതൊന്ന് തണുത്ത് പ്രിഫർ ചെയ്യുന്നവർ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് റെഡി ആയിട്ട് കഴിക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ഹാഫ് ആൻ അവർ വെച്ചാൽ ആ മുകളത്തെ കൂളിംഗ് കൂടെ ഒരു റെഫ്രിജറേറ്റഡ് തണുത്ത ഫീൽ ഇഷ്ടമുള്ളവർക്ക് അത് ഈ ചൂടിനൊക്കെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം. ഫ്രിഡ്ജിൽ വെയ്യല്ലേ? അതെ ശരിയാണ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയ ബെറി പനാക്കോട്ട റെഡി ആയിട്ടുണ്ട്. മദേഴ്സ് ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ആദ്യം അമ്മയ്ക്ക് നമുക്ക് കൊടുക്കാം. അമ്മയ്ക്ക് താങ്ക് യു. ഇനി നമ്മുടെ ബ്യൂട്ടിഫുൾ ഹോസ്റ്റ് ശ്രുതിക്ക്. സത്യം പറയട്ടെ, എനിക്കിത് പൊട്ടിക്കാൻ തോന്നുന്നില്ല. അല്ലേ, നല്ല രസമുണ്ട്. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ആ കളറൊക്കെ ഉണ്ട്. ഇതിൽ കാണില്ല, ഇവിടെ കണ്ടാൽ മനസ്സിലാവും. അപ്പം തുടങ്ങാം. ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ അമ്മേ? ഒരു നിമിഷം. അപ്പം ഹാപ്പി മദേഴ്സ് ഡേ. ഇനി ഞാൻ ട്രൈ ചെയ്യാം. ടെക്സ്ചർ എന്തായിട്ടാ ഫീൽ ചെയ്യുന്നത്? ഇതില് ഇങ്ങനെ ബാഗിലിങ്ങനെ ഓടിക്കളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പിടുത്തം തരാതെ. ഭയങ്കര സിൽക്കിയാണ്, ഭയങ്കര സ്മൂത്താണ്. ഇറ്റ്സ് ലൈക്ക് നാക്കിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലെ അവലിങ്ങനെ അലിഞ്ഞു പോകുന്നുണ്ട്. കുഞ്ഞു പിള്ളേർക്കും ഇതുപോലുള്ള കുഞ്ഞു പിള്ളേർക്കും വളരെ ഇഷ്ടപ്പെടും. അടിപൊളി, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പം രണ്ടുപേർക്കും ഞാൻ ഹാപ്പി മദേഴ്സ് ഡേ. രണ്ടുപേരും മദേഴ്സ് ആണ്. സോ ഹാപ്പി മദേഴ്സ് ഡേ രണ്ടുപേർക്കും. എന്നും ഇതുപോലെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുക. ഞങ്ങളെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും ഇനിയും സിനിമകളിൽ സജീവമാവുക. അതുപോലെ തന്നെ ഇനിയും ഷോർട്ട് ഫിലിംസ് ചെയ്യുക. ആ ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി ആയിട്ടും വലുതായിട്ട് പിന്നെ വലിയൊരു സ്ക്രീനിലേക്കും ഡയറക്ടർ എന്നുള്ള ഇതിലേക്ക് ലെവലിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ആയല്ലോ. ഞാൻ ഇങ്ങോട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് റീലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഒരു ടെമ്പററി ആയിട്ട് ഇപ്പം ഒരു കുറച്ച് 1 year ഒരു പ്ലാനിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി കൊച്ചിയിലുണ്ട്. ഇപ്പൊ നമ്മളൊരു എന്താ പറയുന്ന ഒരു ഫീച്ചർ ഫിലിമിന്റെ ഒരു വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും മിനി സ്ക്രീൻ അല്ലാണ്ട് തന്നെ ബിഗ് സ്ക്രീനും പോയിട്ട് അമ്മ വന്ന വഴിയെ തന്നെ അല്ലേ, അങ്ങനെ പോട്ടെ. അപ്പൊ എന്തായാലും എല്ലാ ആശംസകളും നേരെയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ ഹിയർ. And also thank you so much for this. And we also want to thank Vanitha and Manorama and the whole team here, Shruti and team, for this wonderful and beautiful experience today. So thank you so much. Thank you.